മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ നടുവിലുണ്ട്. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാനിനി പാപിയല്ല, നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കരും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന കർത്താവിൻ്റെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിലുണ്ട്. ഓരോ ദിവസവും ഇന്ന് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇന്ന് ശക്തീകരിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിലായി തീരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൻ്റെ കാര്യം ഓർപ്പിച്ച് നന്നായി. ഞാനത് ഓർപ്പിക്കാൻ പറഞ്ഞിരുന്നു. സൗകര്യം ഓർപ്പിച്ചു തന്നെ. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം നമുക്ക് എത്ര പേർക്ക് നിങ്ങൾ അത് കണ്ടു തരും. നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തും നടക്കുന്ന മീറ്റിങ്ങുകളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ വന്നിട്ടുണ്ട്. എത്ര പേരത് കണ്ടായിരുന്നു? എത്ര പേരതിൽ ജോയിൻ ചെയ്തു? ആമേൻ. അപ്പോൾ ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങുകളാണ് 18 തീയതി മുതൽ 24 തീയതി വരെയുള്ള ഡേറ്റുകളിൽ. എറണാകുളത്ത് ആദ്യത്തെ മീറ്റിംഗ് നമുക്ക് എറണാകുളത്തായിരിക്കും. 18 തീയതിയിലായിരിക്കും നമ്മുടെ എറണാകുളത്ത് മീറ്റിംഗ് നടക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ കൊല്ലത്ത് നടക്കുന്നു. അതിനുശേഷം അതുപോലെ തന്നെ കൊല്ലത്ത് കഴിഞ്ഞ ശേഷം കോട്ടയത്താണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഞാനിന്ന് റഫായിട്ടൊന്ന് പറയുകയാണ്. ഹോളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അത് പറയും. അപ്പം 18 തീയതി എറണാകുളത്തും അതിനുശേഷം 20 തീയതി കൊല്ലത്തും വരുന്നുണ്ട്. അതിനുശേഷം 24 തീയതി കോട്ടയത്ത് നമുക്ക് മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ഡേറ്റുകളാണ് നമുക്ക് വരാൻ പോകുന്ന പ്രാർത്ഥനകൾ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ പറഞ്ഞു കൊല്ലത്ത് എറണാകുളത്തും നമ്മൾ ഹോളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വർഗീസ് ബ്രദറാണ് ഹോളുകളെ അന്വേഷിക്കാൻ വേണ്ടി, അദ്ദേഹമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊല്ലത്ത് 2 ഹോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ആൾക്കാർക്ക് വരാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തുനിന്നോ നിങ്ങൾക്ക് അടുത്തുള്ള പ്രദേശത്തു നിന്നൊക്കെ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ ഭാഗത്തൊരു ഹോൾ ഉള്ളവർ അന്വേഷിക്കുക. വർഗീസ് ബ്രദറിൻ്റെ നമ്പർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. എറണാകുളത്തും അതുപോലെ തന്നെ. അപ്പോൾ ടൗണിൽ അധികം തിരക്കിൻ്റെ അകത്ത് വെക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും സ്ഥലത്താണ്. അതുപോലെ തന്നെ ഹോളുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഹോളുകൾ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കൊല്ലത്തും എല്ലാം നടക്കുന്ന ആ ഏരിയയിലുള്ളവർ ആ മീറ്റിങ്ങുകളിൽ പങ്കുചേരണം. പലരും മെസ്സേജ് അയച്ചു. ഞാനൊരു മെസ്സേജ് കണ്ടു, എനിക്ക് ഇന്ന ദിവസമേ പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ കഴിയത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. ഒരാളുടെ മെസ്സേജ് ഞാൻ കണ്ടു, സൗകര്യം ചിലപ്പോൾ അറിയാതിട്ടതായിരിക്കും. ഏതൊരു ഡേറ്റ്, ഏതൊരു ദിവസം മാത്രമേ എനിക്ക് പ്രാർത്ഥന വെച്ചാൽ വരാൻ പറ്റത്തുള്ളൂ എന്നൊരു മെസ്സേജ് കണ്ടു. ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നു, ഞാനിവിടെ 10 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് എറണാകുളം ഫസ്റ്റ് മീറ്റിങ്ങിലേക്ക് ഞാൻ വരുന്നത്. 10 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ വരുന്ന സമയത്ത് ഞാനിവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർ, എടുത്തെടുത്ത് പറഞ്ഞല്ലോ, ആഗ്രഹിക്കുന്നവർ മാത്രം പ്രാർത്ഥനകളിൽ പങ്കുചേരുക. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും നേരിലൊരു കൈവപ്പ് ശുശ്രൂഷ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള മെസ്സേജിൽ ഇടരുത്. കാര്യം എല്ലാവരും അതുപോലെ സ്ട്രഗിൾ ചെയ്താണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തും നമ്മുടെ ഗീതാ സഹോദരിയൊക്കെ സ്കൂട്ടർ ഓടിച്ചിട്ടാണ് കോട്ടയത്ത് വന്നത്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മളെല്ലാ മീറ്റിങ്ങും സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പല ഇടങ്ങളിൽ വെച്ചതിൻ്റെ കാരണം തന്നെ നിങ്ങൾ ഒത്തിരി ദൂരെ യാത്ര ചെയ്ത്
അത്രയും ദൂരം വന്നത് എനിക്ക് വലിയ സങ്കടമായതുകൊണ്ടാണ് ഞാൻ പല ഏരിയകൾ ക്രമീകരിച്ച് പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സഹകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിർബന്ധമല്ല. സുവിശേഷം നിങ്ങൾക്ക് ഈ ഒരു കൂട്ടായ്മ എന്നുള്ളത് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ വന്നൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനകളിൽ പങ്കുചേരാം. ഒരാളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്ക് നിർബന്ധിച്ച് ആരും വരണ്ട. നിങ്ങളുടെ ഡേറ്റിനല്ല പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പ്രാർത്ഥന ക്രമീകരിക്കുന്നത് കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഡേറ്റ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക. ഞാൻ ഇട്ട ആളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുമല്ല. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ഇട്ടതായിരിക്കും. മുന്നോട്ട് അങ്ങനെയുള്ള മെസ്സേജുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ ഡേറ്റുകൾ ഇപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, 18 എറണാകുളത്തും, അതിനുശേഷം 20-ാം തീയതി വ്യാഴാഴ്ച കൊല്ലത്തും, 24-ാം തീയതി കോട്ടയത്തുമാണ് മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഹോളും ഡീറ്റെയിൽസുകളും ഒക്കെ വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷനിലൊക്കെ നിങ്ങൾക്ക് വരും. നിങ്ങൾ ഗ്രൂപ്പ് ഡിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലാണ് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഞാനിത് നമ്മുടെ മെസ്സേജിൻ്റെ സമയം ഞാൻ അവഹരിക്കുമല്ല. നമുക്ക് ഓരോ പട്ടണങ്ങളിലും ഓരോ രാജ്യങ്ങളിലും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ണൂരും കോഴിക്കോടും പാലക്കാടും തൊടുപുഴയിലൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വരവിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള കരുതലുകൾ മുന്നോട്ട് പോകുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും നമ്മൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി നടന്നിരിക്കും. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി തീർന്നിരിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ കൂട്ടായ്മയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടയെത്തീരെന്ന് ഞാൻ പറയുന്നു. എങ്കിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഒരു മനുഷ്യനെ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. അതൊരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ നിർബന്ധത്താൽ ആരും വരുവാൻ നിൽക്കേണ്ട. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും കർത്താവ് അനുഗ്രഹമായിട്ട് വരും. അപ്പോൾ എറണാകുളത്ത് ഉള്ള ആളുകൾ മാത്രമല്ല, എറണാകുളത്തിൻ്റെ ചുറ്റുവട്ടമുള്ള ജില്ലകളുള്ളവരുണ്ട്. നിങ്ങൾക്ക് എറണാകുളത്തേക്കാണ്. എന്നോട് കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു, കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാരെന്നോട് പറഞ്ഞു, ചിലപ്പോൾ ബ്രദറെ ഞങ്ങൾ എറണാകുളത്തേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. കോഴിക്കോടുള്ളവരും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ നേരത്തെ ഉള്ള ഇത്രയും 2 മാസം മുമ്പ് തന്നെ ഡേറ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും വരാം. എന്നാലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കഷ്ടപ്പെട്ട് വരണമെന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരിക. പിന്നെ എന്ത് ചെയ്യുക, ഓരോ ജില്ലകളിൽ നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്ക് കൊല്ലത്തേക്ക് പ്രാർത്ഥനകളിലേക്ക് വരാം. ഇപ്പോൾ വർഗീസ് ബ്രദറിൻ്റെ നമ്പർ ഞാൻ ഇതിന് ശേഷം വിടും. വർഗീസ് ബ്രദർ ആയിക്കോട്ടെ, അജാസ് സിസ്റ്റർ ആയിക്കോട്ടെ, അവരൊക്കെ ആ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അവരതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുവാനും ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ അതിനകത്ത് എന്ത് ചെയ്യും, ചെയ്യുന്നതായിരിക്കും. UK ഗ്രൂപ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ ദിവസം ഏതെങ്കിലും ഒരു കോള് വന്നത് ഞാൻ പറഞ്ഞിരുന്നില്ല. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ആരോ ഹാക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മുടെ മാത്രമല്ല, മിക്ക സ്ഥലങ്ങളിലെയും മിക്ക ഗ്രൂപ്പുകളും ഹാക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് അത് മൊത്തം UKയുടെ ആ ഗ്രൂപ്പ് നമ്മളത് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്ത് മാത്രം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഗ്രൂപ്പിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന് ലെഫ്റ്റ് ചെയ്യുക. പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം ഈ സൗദിയിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക്, സൗദിയിലുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിന് ശേഷം നമ്മുടെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അതിലേക്ക് വരിക. ഇപ്പം ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ ഏത് രാജ്യത്താണ് ഈ സുവിശേഷം കേൾക്കുന്നതെങ്കിൽ, ഇപ്പോൾ UK-യിലാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ സൗദിയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്, ആ ഗ്രൂപ്പിൽ എന്തിനാ ക്രിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാജ്യത്ത് എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് കാണുവാൻ ഒരു അവസരം കർത്താവ് തന്നാൽ, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കർത്താവ് ഭൂലോകത്തിൻ്റെ അടുത്തോളം സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഒരാളും എൻ്റെ വരവിന് വേണ്ടി ഒന്നും നിങ്ങൾ മുടക്കണ്ട. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ബുദ്ധിമുട്ടും സഹിക്കേണ്ട. എന്നെങ്കിലും നമുക്ക് കാണാൻ ഒരു അവസരം ഉണ്ടായാൽ നമുക്ക് ഒരുമിച്ച് കൂടാം, പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രാജ്യങ്ങൾക്ക് വേണ്ടി. എനിക്ക് ഉറപ്പാണ് കർത്താവ് എന്നെ രാജ്യങ്ങളിലയക്കും, നിങ്ങളെയും അയക്കും, എന്നെ മാത്രമല്ല. അതുകൊണ്ട് അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, സൗദിയിൽ ഇപ്പോൾ ഒരു സഹോദരി അത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതേപോലുള്ള ഒത്തിരി മെസ്സേജുകൾ വരും. അതൊക്കെ മാനേജ് ചെയ്യുവാനും ആളുകളെ ഗൈഡ് ചെയ്യുവാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓരോ രാജ്യത്തുള്ളവർ അതിനുവേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി തിരക്കുണ്ടായിരിക്കും, എങ്കിലും അതൊരു സുവിശേഷത്തിന് വേണ്ടി ചെയ്യുവാൻ എനിക്ക് മനസ്സുണ്ടെന്ന് പറയുന്ന ആളുകൾ ഒന്ന് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്ത് ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. മറ്റേതെങ്കിലും രാജ്യത്തുള്ളവർ,
ഇപ്പോൾ യൂസിലൊക്കെ ഉള്ളവരുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങൾ ജോലി ഇപ്പോൾ കേൾക്കുന്നവരാണോ പിന്നീട് കേൾക്കുന്നവർ എനിക്കറിയത്തില്ല. പിന്നീട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രതികരിക്കുക, അല്ലെങ്കിൽ എനിക്കത് കുഴപ്പമില്ല ബ്രദറെ ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നവർ. എനിക്കറിയാം ജോലി തിരക്കുണ്ട്, തിരക്കുള്ളവരോട് ഞാൻ നിർബന്ധിക്കുന്നില്ല, എല്ലാവരും തിരക്കുള്ളവരാണ്. പക്ഷേ ബ്രദറെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ അതിൻ്റെ അകത്ത് ആത്മീയനാക്കി വെച്ചാൽ? ഞാൻ റെഡിയാണ് കേട്ടോ. കുവൈറ്റിൻ്റെത് കുവൈറ്റ് റെഡിയാണ്. സൗദിയിൽ സൗര ന്യൂയോർക്കിൻ്റെ പിന്നെ ഓരോ സ്ഥലത്തുള്ളവർ ഇപ്പോൾ സൗദിയിൽ ഓൾറെഡി ആയിട്ടുണ്ട്. ഷിജു ബ്രദർ ഓൾറെഡി സൗദിയിൽ ആയിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കാം അത്. ഞാൻ റെഡിയാണ്. ഓക്കെ. അപ്പം ഞാനിതെല്ലാം തുടക്കത്തിലേ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വരാൻ പോകുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ ഇപ്പം എന്നെ കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം നാളെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അതായത് എനിക്ക് ജോലി തിരക്കാണ്, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒഴിവാകാനാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഡീൽ ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ല, കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് അനുഗ്രഹം ഉണ്ടാകത്തുള്ളത് ചെയ്യുന്നതിലൊക്കെ. ഞാൻ സുവിശേഷം എന്താ പറയുന്നത്, ആ സുവിശേഷത്തിൻ്റെ അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കർത്താവ് പൗലോസ് വാക്കുണ്ട്, തിന്നാലും കുടിച്ചാലും എല്ലാം സുവിശേഷം നിമിത്തം ചെയ്താൽ അതിന് അനുഗ്രഹം വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇത്രയും ഞാനത് പറഞ്ഞു നേരിച്ചാൽ നമ്മുടെ വരാൻ പോകുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തവൻ ഇടയായിത്തീരും. അപ്പം ഞാൻ ആ സഹോദരിയെ തുടക്കത്തിൽ വിഷമിപ്പിച്ച് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ആ വാക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ചിലപ്പോൾ അബദ്ധത്തിൽ നിങ്ങൾ ഇട്ടതായിരിക്കാം. മുന്നോട്ട് ആളുകൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ വരിക. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ നിങ്ങൾ രോഗികളായി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ കൂട്ടിക്കൊണ്ട് വരികയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. മിഡിൽ ഈസ്റ്റിൽ എന്നെ കർത്താവ് കുവൈറ്റാണ് കാണിച്ചത്. ചിലപ്പോൾ ദുബായിലും ആ മീറ്റിംഗ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഓക്കെ ഓരോ സ്ഥലത്തിൻ്റെ ആൾക്കാരെ ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ക്രമീകരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഓരോ പട്ടണത്തിലാണെങ്കിലും ഹോളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അന്വേഷിക്കണം. ഹോളിൻ്റെ കാര്യത്തിലായാലും എൻ്റെ വരവ് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കണ്ട, നമുക്ക് കൂടി വരാൻ പറ്റുന്നൊരു പ്ലേസ് എനിക്ക് ഓരോ പട്ടണത്തിൽ. ഇപ്പം ഞാൻ വർഗീസ് ബദറിനോട് പറഞ്ഞു, വർഗീസ് ബദറെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം അതിൽ ഏറ്റിട്ടുണ്ട്. പലയിടങ്ങളിലും പോയി അദ്ദേഹം അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ റെഡിയാണ്. അപ്പോൾ എനിക്കപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇവിടുന്ന് വന്ന് പ്രെയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ വർഷിപ്പ് ടീം ഇപ്പോൾ എറണാകുളത്തുള്ള കുറച്ച് ആൾക്കാരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞു, അപ്പോൾ അവരുടെ ലൈവ് നമ്മുടെ ക്യാമറ ലൈവ് ചെയ്യുന്നതെല്ലാം അവരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രമീകരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്ക് ഓടിയെത്താനും വർഷിപ്പുകൾ ചെയ്യുവാനുമൊക്കെ നമുക്കൊരു ടീമിനെ ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ കൂട്ടമായിട്ട് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല. എന്താണെങ്കിലും ഈ ദിവസങ്ങളിൽ ഒത്തിരി കാര്യം ഞാൻ പറയുന്നു. തകർന്ന കുടുംബങ്ങൾ എന്നിലൂടെ കർത്താവ് അനുഗ്രഹമായി തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒപ്പം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളെക്കൊണ്ട് കർത്താവ് അനേകർക്കൊരു അനുഗ്രഹമാക്കി മാറ്റും. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് താല്പര്യം ആരൊക്കെ ഉണ്ടോ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓരോ പട്ടണത്തിൽ ഓരോ രാജ്യത്ത് നിങ്ങൾക്ക് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പം പല ആളുകൾ എൻ്റെ അത് ജോയിൻ ചെയ്യും, അവരെയൊക്കെ മാനേജ് ചെയ്യുകയും അതിനകത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, ആളുകളെ കളക്ട് ചെയ്തിട്ട് അവർക്ക് മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം മിഡിൽ ഈസ്റ്റിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ UK ഞാൻ നോർത്ത് ആംപ്ടണിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു UK. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയിലാണ്, അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ UK നോർത്ത് ആംപ്ടണിലുള്ളവർ, നോർത്ത് ആംപ്ടണിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ വെറുതെ വരണ്ട, ആഗ്രഹത്തോടെ പറയണം. എനിക്ക് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുകയും വേണം, അതിനൊരു ഭാഗമാകണം. അത് മാത്രമല്ല എന്നിലൂടെ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണും. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കും. ഞാൻ ചുമ്മാ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് നിങ്ങളിലൂടെ ആരുടെയെങ്കിലും കയ്യിലൂടെ, ജീവിതത്തിലൂടെ, വാക്കിലൂടെയും കർത്താവിൻ്റെ പ്രവൃത്തി മറ്റൊരാൾക്ക് കാണാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, ദൈവപ്രവൃത്തിയോടെ കാണാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ദൈവപ്രവർത്തികൾ നടക്കാൻ വേണ്ടി പോകണം. അതിനുവേണ്ടി നിങ്ങളെ എക്യുപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ കൂട്ടായ്മയെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആഫ്രിക്കയിലായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങളൊരു ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക കർത്താവിൻ്റെ നാമത്തിൽ. അതിന് നിങ്ങൾ നമ്മുടെ കാര്യങ്ങൾ എംബ്ലങ്ങളുണ്ടല്ലോ, അത് എംബ്ലം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ട്രൂ ലൈറ്റ് എന്നുള്ളൊരു എംബ്ലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. വളരെ ശ്രദ്ധിക്കുക. അല്ലാതെ ഞാനല്ലാതെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ആക്കി വെച്ചിരിക്കുന്ന ആളുകളല്ലാതെ മറ്റാരെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കരുത്. അത് എന്നെ അറിയിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അഡ്മിന്മാരുണ്ട്, അവരോട് നിങ്ങൾ അന്വേഷിക്കുക.
അതല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഹാക്ക് ചെയ്തുകൊണ്ടാണ്, അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മറ്റൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ UK ഗ്രൂപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ കുറേ കണ്ടു, എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പം മെസ്സേജുകളെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞാനത് ചോദിക്കുന്നില്ല എത്ര പേര് വരും എന്നുള്ളത്. ആളുകൾ ജോയിൻ ചെയ്യട്ടെ. നമ്മൾ ഏകദേശം ഒരു ഡിസംബർ മാസം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും ആളുകളെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അതിന് ശേഷമാണ് നമ്മൾ ഹോളുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങളെ ക്രമീകരിക്കുക. അതിനുശേഷം ഹോള് ബുക്ക് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്രമീകരിക്കും. മിഡിൽ ഈസ്റ്റിലുള്ളവരായിക്കോട്ടെ, UK നിങ്ങളെ ഗ്രൂപ്പുകളിലൂടെ ആളുകളെ കണക്ട് ചെയ്യുക. എറണാകുളത്ത് ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ, 18-ാം തീയതിയാണ് ഫെബ്രുവരിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ 20 കൊല്ലത്താണ്, 24 കോട്ടയത്ത് വരുന്നുണ്ട് ഫെബ്രുവരിയിൽ. ഈ 3 മീറ്റിങ്ങുകളാണ് നമ്മളിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഓരോ പല ജില്ലകളിലേക്ക് നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അതിനുശേഷം ഓരോ ജില്ലകളിലും പിന്നെ അതിന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ വർഗീസ് പറഞ്ഞ നമ്പർ ഇടുമ്പോൾ തന്നെ കൊല്ലത്ത് നമ്മുടെ പ്രാർത്ഥനകളിൽ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ 2-3 പേര് അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാനും ആ മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുവാനും കുറച്ച് ആളുകളെ ആവശ്യമാണ്. അപ്പം കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തുമൊക്കെ അതിനുവേണ്ടി ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ ഒന്ന് മുൻനിരയിൽ നിൽക്കാൻ വേണ്ടി? അതെവിടുന്ന സൗകര്യം? ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ വർഗീസ് സാറിൻ്റെ നമ്പർ ഇടും, അജിയാസിൻ്റെ നമ്പർ ഞാൻ ഇതിന് ശേഷം അയച്ചേക്കാം. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അവരോട് സംസാരിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക, നേരത്തെ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. അവർ അതിൻ്റെ അകത്ത് ഗൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം വന്ന് എറണാകുളത്ത് ഹോളുകൾ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളെ ബന്ധപ്പെടും. നിങ്ങൾക്ക് ഒരുമിച്ച് അവർ തമ്മിൽ കാണുക, സംസാരിക്കുക ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ നാമത്തിൽ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേക തകർന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോവാണ്. പറയണം, എന്നിലൂടെ കർത്താവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഓർപ്പിച്ചായിരുന്നു ഇത് നേരത്തെ പറയണമെന്ന്. അപ്പോൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക. ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണെന്നുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ഞാൻ വൈകിട്ടിടും, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ആ ഗ്രൂപ്പിൽ, ഇപ്പം പല രാജ്യത്തുള്ളവരുണ്ട്, അത് അഡ്മിനായിട്ടിരിക്കുന്നവർ എന്ത് ചെയ്യുക. അതിൻ്റെ അത് മറ്റൊന്നും ഷെയർ ചെയ്യുക. ഞാൻ ദൈവത്തോട് പറയണം, വേറെ മീറ്റിങ്ങുകളോ വേറെ സഭകളിലെ വേറെ പ്രാർത്ഥനകളോ വേറെ ഒന്നും ദൈവം ഇത് ഷെയർ ചെയ്യാതിരിക്കുക. ആളുകളെ കൺഫ്യൂഷൻ ആക്കാതിരിക്കുക. ആ ഗ്രൂപ്പ് അതിൻ്റെ അകത്തെല്ലാം ഞാൻ കാണുമായിരിക്കും അഡ്മിനായിട്ട് തന്നെ. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒന്നും ഷെയർ ചെയ്യരുത്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ പറയുകയാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് ആൾക്കാർക്ക്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പല സ്വഭാവക്കാരായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് നേരിൽ കണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ അനുഭവിക്കാൻ ഇടയായിത്തീരും. ഞാനിത് ലൈവിലുള്ളവരോട് പറയുകയാണ്, യൂട്യൂബിൽ എന്നെ കാണുന്നവർ നിങ്ങൾ മിസ്സാകരുത്. കാരണം കോട്ടയത്ത് നമുക്ക് സംഭവിച്ചത് പല ആൾക്കാരും അറിയാതെ, അതായത് മീൻസ് ഞങ്ങൾ പറയാതെ വന്നതുകൊണ്ട് പലതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. എങ്കിലും എല്ലാം ഭംഗിയായിട്ട് ദൈവം ചെയ്തു. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പുകളുടെ എല്ലാ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വിശ്വാസത്തിന്റെ രക്ഷ. ആമേൻ. അപ്പം നമ്മൾ വിശ്വാസത്താലുള്ള രക്ഷയെപ്പറ്റി കേട്ടു. നമ്മൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി മെസ്സേജുകളും വചനങ്ങളും പല ബ്രദർമാരുടെയും ഉപദേശിമാരുടെയും ഒക്കെ വചനം കേട്ടവരായിരിക്കാം. നിങ്ങൾ അവിടെ എല്ലാം കേട്ട് പലതും കേട്ട് തഴമ്പിച്ചവരായിരിക്കാം. എന്നാൽ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കാം, പല സ്ഥലത്തും തന്നെ കേൾക്കുന്നവരുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾക്ക് പ്രവചന ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയും. നിങ്ങൾക്ക് രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയും. നിങ്ങൾക്ക് നാളെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് 9 ആത്മാക്കളെക്കുറിച്ചാണ്. അതായത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 9 ആത്മാക്കളെക്കുറിച്ചുള്ള പഠനമാണ് നാളെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന 9 ആത്മാക്കൾ, തെറ്റിദ്ധരിക്കരുത്, പരിശുദ്ധാത്മാവിൻ്റെ 9 ആത്മാക്കളെ പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലെ പഠന ചിന്ത നിങ്ങളിൽ നാളത്തെ ദിവസം ഈ കൃപാ വരങ്ങൾ ആക്റ്റീവ് ആകുന്ന, അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പം നിങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിലൂടെ 9 വരങ്ങൾ അഥവാ 9 ആത്മാക്കൾ, അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ 9 ആത്മാക്കളിൽ നിങ്ങളിലൂടെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് നാളത്തെ മീറ്റിംഗ് നമുക്കതിനെ ഇന്ന് അതിൻ്റെ തുടക്കമാണ് പറയാൻ വേണ്ടി പോകുന്നത്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തി ക്രിസ്ത്യാനി അല്ല. ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് കളിയാക്കിയിട്ടാണ്
യേശുക്രിസ്തു അപ്പോസ്തല പ്രവൃത്തിയിൽ ശിഷ്യന്മാർ സുവിശേഷവുമായിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു രാജാവ് കയറി ക്രിസ്ത്യാനി എന്ന് വിളിച്ചു, കളിയാക്കി വിളിച്ചതാണ്. അത് പിന്നീട് പേരായി മാറി. ഒരിക്കലും അപ്പോസ്തലന്മാർ ക്രിസ്ത്യാനി എന്നുള്ള പഠിപ്പീരില്ല. ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന പദമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസി എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകമെമ്പാടും എന്നെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, കർത്താവിൻ്റെ വിശ്വാസികളാണ്, ദൈവത്തിൻ്റെ ശക്തന്മാരായ പോരാളികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ശ്രേഷ്ഠ പദവികളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ആത്മീയനായിട്ടല്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അകത്തൊരു മല്ലയുദ്ധം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മളിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒത്തിരി രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേട്ടു, വേദനകൾ മാറുന്നത് കേട്ടു, പ്രവചന ആലോചനകളുടെ നിവൃത്തികൾ കേട്ടു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങളെ, ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ഒരു വാക്യം എടുത്തതിന് ശേഷം ഞാൻ അതിലേക്കൊന്ന് വരാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാത്ത പല തടസ്സങ്ങളുണ്ട്. അത് നമുക്ക് കൃപാവരങ്ങളിലൂടെ നമുക്ക് ആ തടസ്സങ്ങളെ നീക്കം ചെയ്യുവാൻ കഴിയും. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ നിങ്ങൾ വായിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത വചനഭാഗമാണ്. ഞാൻ പെട്ടെന്ന് അത് സമയം ഒത്തിരി കയറി പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിർത്തിയത്. ഇവിടെ നിങ്ങൾ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. ഞാൻ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ അതവനെ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആത്മീയൻ എന്ന പദം പലതവണ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആത്മീയന്മാർ, പ്രാകൃതൻ എന്ന 2 പദങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആത്മീയൻ എന്ന് പറഞ്ഞാൽ ആത്മീയമായി ചിന്തിക്കുകയും ആത്മീയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. ഇപ്പം ഞാൻ അങ്ങോട്ട് പണ്ട് പറഞ്ഞൊരു സാക്ഷ്യമാണ്. പണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് കണ്ടിട്ട്, ഫേസ്ബുക്കിൽ പോയൊരു ലൈവ് മെസ്സേജ് കണ്ടിട്ട് ഒരു ആൻറ്റി എന്നെ വിളിക്കാനിടയായി തീർന്നു. അപ്പോൾ ഈ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ തലമുറകൾക്ക് ഒത്തിരി വിഷയമാണ്, ഒത്തിരി വിദ്യാഭ്യാസം അവർ നേടി, ഞങ്ങൾ പാരമ്പര്യമായിട്ട് വലിയ വലിയ കുടുംബക്കാരാണ്, എൻ്റെ മോനെ കല്യാണം കഴിച്ചേക്കുന്നത് വലിയ കുടുംബത്തിലാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ തകർച്ചയാണ്, ഒരു ഗതിയില്ല, മൊത്തം തകർന്ന് തരിപ്പടമായിട്ട് പല പ്രശ്നത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ വീടിപ്പം വിറ്റാൽ പോലും തീരാത്ത രീതിയിൽ അതേപോലെ കടം കയറി നശിച്ച് തകർന്ന് തരിപ്പടമായിട്ട് കിടക്കുക. ഞാൻ ഒരു സ്ഥലത്തും രക്ഷപ്പെടുന്നില്ല. ഇത്രയും ലോകം മുഴുവൻ പോയി മക്കൾ പഠിച്ചു, അവർ പഠിക്കാത്ത ഒന്നുമില്ല, പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമ്മളെ ആക്കി വെച്ചേക്കുന്ന ഈ യേശുവിൽ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഒത്തിരി അധികാരങ്ങളും ഗുണങ്ങളും ശക്തികളും ഉണ്ട്. നിങ്ങളൊരു സാധാരണക്കാരനല്ല, നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. അപ്പം ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പേരുകളൊന്നും പറയത്തില്ല, കാരണം അത് വളരെ നിങ്ങൾക്ക് ചിലപ്പോൾ പേരൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന വ്യക്തികളായതുകൊണ്ട് എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ അത് ചിലപ്പോൾ പറഞ്ഞാൽ അറിയപ്പെടുന്ന ആളായിരിക്കും. അപ്പം ഈ സഹോദരി വിളിക്കുന്ന സമയത്ത് മറുതലയിൽ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളെപ്പോലെ ഒത്തിരി ആൾക്കാർ പ്രെയർ ലൈനിലോട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം ഞാനാണെന്ന് ഫോൺ എടുത്തത്. അപ്പോൾ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരി വേറൊന്നും പറഞ്ഞില്ല, പേരും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് കരയുന്ന സൗണ്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഭയങ്കര ഒച്ച കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് തൊട്ടിക്കകത്തോട് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞ് കരയുന്ന സൗണ്ടാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ ഞാൻ പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചിട്ടൊന്ന് ശ്രദ്ധിച്ചു, എങ്ങുമില്ല. വീണ്ടും ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെൻ്റെ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞ് കരയുന്ന സൗണ്ടല്ല, എന്തോ കാര്യം എൻ്റെ ആത്മാവിൽ കർത്താവ് സംസാരിക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് കർത്താവ് ഒരു പേര് വെളിപ്പെടുത്തി. ഞാൻ ചോദിച്ചപ്പം ഈ സഹോദരി പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ പേരാണ്, അദ്ദേഹം വളരെ അറിയപ്പെടുന്നൊരു ഡോക്ടറായിരുന്നു എന്ന് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പുള്ളവർ. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി, അപ്പോൾ പെട്ടെന്നൊരു കാഴ്ച കർത്താവ് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ആ കാഴ്ച മറ്റൊന്നുമല്ല, ഞാനൊരു പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ദർശനം കാണുകയാണ്. ഈ പൊട്ടക്കിണറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കരയുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ സഹോദരി പറഞ്ഞു, സഹോദരി, ഞാനൊരു കാഴ്ച കാണുവാണ്, ഒരു കിണർ ഞാൻ കാണുന്നു, കുഞ്ഞ് കടന്ന് കരയുന്നു. കരയുന്ന സമയത്തെല്ലാം ഈ കിണറ്റും കരയിൽ നിന്നുകൊണ്ട് ഞാനൊരു പേര്, വീണ്ടും ആ പേര് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു.
ഇവരാരാ എന്നെ നമുക്കറിയത്തില്ല. ഉടനെ സഹോദരി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം ഒന്ന് പരിമിയിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ പിതാവ് ഈ അബോർഷൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ കാലം മുമ്പ്, ഇന്നത്തെ കാലമൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇങ്ങനെയുള്ള തെറ്റായ രീതിയിലുണ്ടാകുന്ന തലമുറകളെ, ആ ഒരു കുടുംബത്തിൽ അനേക കുഞ്ഞുങ്ങളെ കൊന്നു ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. വളരെ ഫേമസ് ആയ, പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവരുടെ കുടുംബമൊക്കെ. എനിക്കതൊന്നും പിന്നീട് പുറത്ത് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ വീട്ടിൽ ഒരു തവണ വിസിറ്റും ചെയ്തു, അതിന് ശേഷം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് അത് പിന്നീട് തലമുറകൾ, ആ സമ്പത്ത് കൊണ്ടാണ് ഈ വീടും കാറും ബംഗ്ലാവും എല്ലാം പിന്നീട് അദ്ദേഹം ഉണ്ടാക്കിയതുമല്ല. പക്ഷേ ഇതൊരു ശാപമായിട്ട്, ശ്രദ്ധിച്ചോണം, ഇതൊരു ശാപമായിട്ട് തലമുറകളുടെ മേലേക്ക് കിടക്കുക. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എന്നാലോചിച്ച് നോക്കി, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ രക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ, അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരല്ല, പക്ഷേ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്. അതാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവരുടെ ഗുണം ഞാൻ പറഞ്ഞുതരാം. അപ്പോഴോട് പറഞ്ഞു, ബ്രദറെ, അപ്പം എന്നോട് അതിന് ശേഷമാണ് പറയുന്നത് ഇന്ന ആളാണ്, ഇന്ന സ്ഥലമാണെന്നൊക്കെ പറയും. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായില്ല. പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് അവർ വീട്ടുപേരും ഒക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. പക്ഷേ ആ ഭാഗം പറഞ്ഞാൽ ചിലപ്പോൾ ഭാഗത്തുള്ളവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുക, ഏറ്റുപറഞ്ഞ്, കർത്താവ് പിതാക്കന്മാരിലൂടെ വന്നതെല്ലാം എനിക്ക് ഞാൻ അനുഭവം, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തു യേശുവിൻ്റെ വഴിയിലേക്ക് വന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അപ്പം ഞാൻ ആ വഴി പോയ സമയത്ത് ഒരു ദിവസം പറഞ്ഞു, ബ്രദറെ, ഞാൻ ആ വഴി പോയ സമയത്താണ്, അപ്പോൾ ഒന്നും ഇതിലേക്ക് കയറാമെന്ന് വെച്ചപ്പോൾ യാദൃശ്യമായിട്ട് ഞാൻ കുടുംബത്തിൽ കയറി, ഞാൻ അവിടുത്തെ മകനുമൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ഇടയായിത്തീർന്നു. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് അവർക്ക് തുടർച്ചയായിട്ട് പ്രാർത്ഥനകളിലോ രക്ഷയിലേക്കോ വരാൻ ആഗ്രഹമൊന്നും, അവർക്ക് വിടുതലുണ്ടാകണം, പക്ഷെ ക്രിസ്തുവിലേക്ക് വരാൻ മനസ്സില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറ. ഇതിൻ്റെ കാരണം ഇതാണ്. ഇതിൻ്റെ മൂല കാരണം എങ്ങനെ മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. കൃപാവരത്തിലെ പ്രവചന ആത്മാവിലൂടെയാണ് അതിനെ എന്ത് ചെയ്യുന്നത്, നമുക്കതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അവരെവിടെയാണ് തടസ്സപ്പെട്ട് കിടന്നത്? അവരുടെ പ്രാർത്ഥനയുടെ കുറവല്ല, അവർ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല. എനിക്ക് വന്നത്, എന്നോട് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് അവർ പോകാത്ത പ്രാർത്ഥനാ സ്ഥലങ്ങളൊന്നുമില്ല, പക്ഷെ അവർ ബ്ലോക്കായി കിടക്കുന്നത് ഇതിലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആ ഒരു ഗിഫ്റ്റിലൂടെ, ആ ഒരു പ്രവചന ആത്മാവിലൂടെ അവരെവിടെയാണോ ബ്ലോക്കായി കിടക്കുന്നത് അതിൻ്റെ തടസ്സം തിരിച്ചറിഞ്ഞ് അത് യേശുവിലേക്കുള്ള വഴിയിലൂടെ, അത് രക്ഷയിലേക്കുള്ള വഴിയിലൂടെ അവർക്ക് അനുഗ്രഹമായി തീരുമെന്ന് പറയുവാൻ പറ്റി. പക്ഷെ എന്താ കുഴപ്പം? അവരിത് അറിഞ്ഞിട്ടും പിന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, യേശുവിലേക്ക് വരാൻ അവർക്ക് പറ്റുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യേശുവിലേക്കൊരു വ്യക്തി വരുമ്പോൾ, ഇതാണ് രക്ഷാമാർഗത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പിശാചിനോ, പിന്നെ ഒരു ശാപത്തിനോ, പിന്നെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒന്നിനോ നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ഞാനത് പറഞ്ഞതുകൊണ്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയ പാരമ്പര്യത്തിനോ പിതാക്കന്മാരുടെ രോഗത്തിനോ പാരമ്പര്യ രോഗത്തിനോ നിങ്ങൾ ഇന്ന് തൊടാൻ കഴിയത്തില്ല. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട് ഈ ഒരു തിരിച്ചറിവ്. എനിക്കൊന്ന് പാലക്കാടാണ് എനിക്ക് വന്നത്. ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ വെരിക്കോസ് വൈൻ പോലത്തെ ഒരു അസ്വസ്ഥതയുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടയിൽ ഒത്തിരി വെരിക്കോസ് വൈൻ സൗഖ്യമായതല്ലേ. അതുപോലെ ഒരു സഹോദരിയുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നിട്ട്, ബ്രദർ, എത്ര പ്രാർത്ഥിച്ചിട്ടും അത് സൗഖ്യം ആകുന്നില്ല. പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു. ആദ്യം ചെയ്യേണ്ട, സഹോദരി എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ അമ്മയ്ക്കും ഈ രോഗമുണ്ട്, വല്യമ്മയ്ക്കും രോഗമുണ്ട്, എനിക്കും രോഗമുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാം ഈ രോഗമാണ്. ഈ രോഗം മൂർച്ഛിച്ചാണ് ഞങ്ങൾക്ക് പല വിഷയം ഉണ്ടായെന്നുള്ളത് സഹോദരി വിശ്വസിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി ഇങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞു. സഹോദരി യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്നു. നിക്കോദീമോസിനോട് യേശു പറഞ്ഞില്ലേ, നിങ്ങൾ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ച് നീ ദൈവരാജ്യത്തിൽ കടക്കണം. അപ്പോൾ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നാം മനുഷ്യന്റെ പാരമ്പര്യത്തിൽ നിന്നും ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വരികയും നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയും, ദൈവം എനിക്ക് പിതാവും ഞാൻ ദൈവത്തിന് മകനോ ആയി തീർന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു പാരമ്പര്യത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. അങ്ങനെ ആ സഹോദരി വിശ്വസിച്ചപ്പോൾ ശരീരത്തിന്റെ മേലേക്ക് സൗഖ്യം വെളിപ്പെട്ടു. അപ്പോൾ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയതൊന്നിനും, ഈ ലോകത്തിന് ഒന്നിനും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. ഇനി നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ലോകത്തിലെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിന് അറിയാൻ, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിൽ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിൻ്റെ പേരാണ് പുത്രത്വത്തിൻ്റെ ആത്മാവ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അത് മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു.
പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമായിരിക്കുന്നു. ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ അവനത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ആത്മീയമായിട്ട് വിവേചിക്കുവാൻ പഠിക്കണം. ആമേൻ. അപ്പം നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ആത്മീയനാണ്. ആത്മീയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച ആത്മസ്വഭാവമുള്ളവൻ. അപ്പം ഈ ആത്മസ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ ആ ഉത്തരങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞ്. എന്താണ് ഈ ആത്മീയ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം. അതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 5-ാം അധ്യായത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഇതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അതെ, ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് എന്നുള്ളത് മിനിസിസ്റ്റർ ഇട്ടിട്ടുണ്ടത്. ആത്മാവിൻ്റെ ആത്മീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതായത് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ, അവിടെ നിങ്ങൾ അടുത്ത വാക്യം ശ്രദ്ധിച്ച് നോക്കി, നമ്മൾ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്തെ മനുഷ്യൻ എന്നൊരു അർത്ഥമല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കണം. നമ്മൾ ആത്മീയരെ പോലെ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം സഹോദരിമാർ പറഞ്ഞില്ലേ, നമ്മളൊരു 30 days വചനം ചൊല്ലി പ്രാർത്ഥിച്ച പഴയ യൂട്യൂബിൽ കിടപ്പുണ്ട്. വചനം പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിട്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 4-5 വർഷം മുമ്പ്, ഒരു 6 വർഷം മുമ്പ് ഒരു പ്രാർത്ഥന സംഘടിപ്പിച്ചായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം. അങ്ങനെ ആ വചനം ഞാൻ ഉൾപ്പെടെ ഇരുന്നുകൊണ്ട് വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഭയങ്കര റിസൾട്ടുകൾ, വലിയ സാക്ഷ്യങ്ങൾ എൻ്റെ താഴെ കിടപ്പുണ്ട് യൂട്യൂബിൽ ഏറ്റു പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചവർ. അപ്പോൾ അത് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന വ്യക്തി, നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മളെല്ലാത്തിനെയും ആത്മീയമായിട്ട് കാണണം. ആത്മീയമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ, ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഇനി 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല, അവൻ അതിന് ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മളിത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. കഴിഞ്ഞ ദിവസം കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ മിറക്കിൾ മണിയെപ്പറ്റി പറയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ദൈവം സമ്പന്നനായ ദൈവമാണ്. നിങ്ങൾ ഞെരുങ്ങേണ്ട ആൾക്കാരൊന്നും അല്ല. നിങ്ങൾ കടം കയറി മുടിയേണ്ട ആൾക്കാരൊന്നുമല്ല. നിങ്ങളുടെ ബിസിനസ് തരിപ്പടമായിട്ട് തകരേണ്ട വ്യക്തിയൊന്നുമല്ല. നിങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് വല്ല വായ്പ മേടിച്ച് ഒരു ഗതിയില്ലാതെ ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ സമ്പന്നരാണ്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ ക്രിസ്തു യേശുവിൽ ബഹുസമ്പന്നനാന്ന് പറ. ആമേൻ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള വഴി ചിന്തിക്കുന്നവരാകരുത്. നാച്ചുറൽ വേ എന്തുവാ? നാച്ചുറൽ വേ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അവൻ ജോലി ചെയ്യുന്നു, അവന് സമ്പത്തുണ്ടാകുന്നു, കുറേ കടം കയറുന്നു, പിന്നെ മുടിയുന്നു, കുറേ വീട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞെരുങ്ങി ജീവിക്കുന്നതാണ് നോർമൽ മനുഷ്യൻ. അപ്പോൾ ഞാനിത് കടഭാരമൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ കർത്താവിൽ ജീവിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത ഞാൻ പലപ്പോഴും പറയാറില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പറ്റി പഠിക്കുന്നതിൻ്റെ കാര്യം? ഇസ്രായേലിലെ ആളുകളുടെ പ്രത്യേകതയല്ല, ഇസ്രായേലിൻ്റെ ഫെയ്ത്തിൻ്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം? ചുറ്റുമുള്ള പല രാജ്യങ്ങളും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പോകുമ്പോൾ അതേ ഭൂപ്രകൃതിയുള്ള അതേ ജനറ്റിക് അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത, അജാന ബാഹുക്കളല്ലാത്ത ഇവർക്ക് എന്തുകൊണ്ടാണ് അനുഗ്രഹം ഉണ്ടാകേണ്ടത്? നമ്മൾ അവരെ പറ്റി പറയും ദൈവത്തിൻ്റെ സ്വന്തം ജനമായതുകൊണ്ട് അല്ല. അത് മാത്രമല്ല, അവർക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നതെന്നുള്ള ആ ഒരു വഴി അവർക്കറിയാൻ പറ്റും. നമുക്ക് പലപ്പോഴും വിശ്വാസിയായിരുന്നിട്ടും നമ്മൾ പല തകർച്ചയിലൂടെയും കടന്നു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ വചനത്തെ ആത്മാവിൽ നമുക്കതിനെ ഉപയോഗിക്കുവാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധ്യതകൾ ലോക്കായി കിടക്കുന്നത് നമ്മുടെ ബുദ്ധിയിലാണ്.
ഞാൻ പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുവാണ്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതലായതുകൊണ്ട് എൻ്റെ സാധ്യത, നമ്മൾ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൊരു വാക്ക് പറയുന്നുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പം എൻ്റെ ഉറവിടം, എൻ്റെ നന്മയുടെ ഉറവിടം, എൻ്റെ സകല സമ്പത്തിൻ്റെ സ്രോതസ്, എൻ്റെ സൗഖ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ബലത്തിൻ്റെയും ധൈര്യവും ശക്തിയും അനുഗ്രഹവും എല്ലാ സ്രോതസ് ദൈവമാണ്. അപ്പം രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ നോക്കേണ്ടത് ദൈവത്തിലേക്കാണ്. അപ്പൊ ദൈവത്തെ നോക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം മനുഷ്യന്റെ പ്രൊവൈഡർ അല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് തെറ്റിപ്പോയി. മനുഷ്യൻ എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളല്ല. ഇപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാ? ഒരു ഗവൺമെന്റ് അവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അവനെ ഭരിക്കുക അല്ലേ? മനുഷ്യനെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് ആണ് അവൻ എന്ത് ചെയ്യുന്നത്, റേഷൻ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നൽകുന്നത് ഒരു ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന്റെ നിയമം, ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ഗവൺമെന്റിന്റെ നിയമത്തിന്റെ അകത്ത് വരുന്ന ടാക്സ്, ഇതെല്ലാം ബന്ധപ്പെട്ടാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്, ലോക മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന ബ്ലെസ്സിങ്ങുകൾ എൻ്റെ ബുദ്ധിയിലേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ ലിമിറ്റ് ചെയ്യും. അവിടെ ലിമിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസം അവിടെ പരിമിതിയായി പോവും. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞത്, ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല, കണ്ടോ? നമ്മൾ ഇതുവരെ അതിനുള്ള സ്റ്റെപ്പും എടുത്തിട്ട് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ കരത്തിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച്, തളർന്നു കിടക്കുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ എന്നിലൂടെ എണീറ്റു വരുവാൻ പോകുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ഇത് ഇന്നു മുതൽ വിശ്വസിച്ചാൽ മാത്രം പോലെ, ഇന്നു മുതൽ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനു വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കണം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവരെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് കർത്താവിൽ ബലപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഉപയോഗിക്കുവാൻ തക്കതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെ ഒരുക്കിയെടുക്കണം. മനസ്സിൻ്റെ അകത്ത് വരുന്ന തോന്നലുകളെ റിലീസ് ചെയ്യണം. നിങ്ങളുടെ അകത്ത് വരുന്ന ദൈവിക ചിന്തകൾ, നിങ്ങളുടെ അകത്ത് ദൈവം ഇടപെടുന്നുണ്ട്, കൃപാവരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ആത്മീയന്റെ സോഴ്സ് ദൈവമാണ്. അപ്പം ദൈവം എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾ ചിന്തിക്കണം. ദൈവം എങ്ങനെ പ്രവർത്തിക്കും? മോശയോട് ദൈവം പറഞ്ഞു, നീ ആ വടി ഒന്ന് നീട്ടിക്ക്. എന്തിനു വേണ്ടിയാണെന്നറിയാം? ദൈവത്തിന് ആ കടല് രണ്ടാക്കാൻ വേണ്ടിയാ. മോശ വടി നീട്ടി. പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു? വലിയൊരു കാറ്റടിച്ച് ആ കടല് രണ്ടായി മേരി. വചനത്തിലൊരു വാക്യമുണ്ട്, അതൊരു ചെറ പോലെ നിന്നെന്നാ പറഞ്ഞത്. ചിന്തിക്കാൻ പറ്റുമോ? ആ ഒരു കടലിലെ വെള്ളം ഒരു ചെറ പോലെ അവിടെ എന്ത് ചെയ്തു? നിന്നു. രണ്ട് സൈഡിലും. അടുത്ത വാക്യത്തിനെ പറയുന്നത്, അവർ ഉണങ്ങിയ നിലത്തിലൂടെ നടന്ന് എന്ത് ചെയ്തു? പോയി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കടലിലെ വെള്ളം പെട്ടെന്നൊന്ന് വലിച്ചു മാറിക്കഴിഞ്ഞാൽ അവിടെ നനവുണ്ടാകും. പക്ഷെ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന, അവർ ഉണങ്ങിയ നിലത്തു കൂടെ എന്ത് ചെയ്തു? സഞ്ചരിച്ചു പോയി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ പോയിട്ട് അവിടെ ചെല്ലുന്ന ഒരു കടല്, നിങ്ങളിങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കപ്പിലണ്ടിയെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സീനറി, നല്ല ഭംഗിയുള്ള കടല് രണ്ടായിട്ട് അകന്ന് മാറിയിട്ട് നിങ്ങൾ നടന്ന് സൗദി അറേബ്യയിലോട്ട് പോകുന്നത് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ ബുദ്ധിക്കകത്ത് അങ്ങനെ ഒരു സൊല്യൂഷൻ പോലും ഇല്ല. ഒരു കടൽ എങ്ങനെയാ ബ്രദറെ രണ്ടായിട്ട് ഒരു മതില് പോലെ പൊങ്ങി വന്നിട്ട് അതിന്റെ നടുക്കൂടെ ഞങ്ങൾ നടന്ന് സൗദി അറേബ്യക്ക് പോകുന്നത്? ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. പക്ഷെ ആത്മ മനുഷ്യനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇതേപോലെയൊക്കെ ചെയ്യുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മ മനുഷ്യനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണം. നമ്മുടെ ചിന്തകളിലാണ് നമ്മുടെ വിശ്വാസം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചിന്ത ഒരു പോർട്ടലാണ് ദൈവസന്നിധിയിലേക്ക്. ആത്മതലങ്ങളെ തൊടുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഡോറാണ് നമ്മുടെ ചിന്തകൾ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയരെ പോലെ ചിന്തിക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ശ്രദ്ധിച്ച്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പൊ ജഡത്തിന് എന്തുണ്ട്? ചിന്തകളുണ്ട്. ആമേൻ. ഞാൻ ആ വാക്യം ഇപ്പൊ സൗകര്യം ഇട്ടപ്പോൾ ഞാൻ വേഗത്തിൽ ആ വാക്യം ഒന്ന് കാണിക്കാൻ വേണ്ടി പോവാം. പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് ആ വാക്യം ഒന്ന് മനസ്സിലാക്കണം. ഈ സമയം പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കണം, പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം ഒന്ന് വേഗത്തിൽ നോക്കിക്കേ. 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോണം. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ കണ്ടോണം.
മോശ കടലിന്റെ മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലം ആക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തു കൂടി നടന്നുപോയി. ഇടവും വലവും വെള്ളം മതിലായി നിന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥവും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലൂടെ ചെന്നു. ശ്രദ്ധിച്ചു നോക്കി. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിസ്തംഭത്തിൽ നിന്നും മിസ്രൈമിൽ സൈന്യത്തെ നോക്കി. മിസ്രൈമി സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥങ്ങൾ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിദ്യാർ താൻ ഇസ്രായേലിൽ വിട്ട് ഓടിപ്പോകുക, യഹോവ അവനക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വചനം നോക്കിയേ. കടലിലെ വെള്ളം ഒരു മതില് പോലെ നിന്നു എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾക്ക് ബുദ്ധിക്കകത്തെ ചിന്താമണ്ഡലങ്ങളെ ഇന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ആത്മീയ ചിന്തകളെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങളുടെ ബ്ലെസ്സിങ്ങുകൾ ഓപ്പൺ ആയി വരുന്ന വഴി ഞാൻ പറഞ്ഞു തരാം. എവിടെയാ നമ്മൾക്കിപ്പം തടസ്സം എന്നറിയാവോ? ഇവിടെയാ തടസ്സം. എവിടെയാ തടസ്സം? നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ആത്മീയന്റെ ചിന്തയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. പിശാച് ഏറ്റവും കൂടുതൽ അപഹരിക്കുന്നത് ആത്മീയന്റെ ചിന്തകളെ. അവനെക്കൊണ്ട് മനുഷ്യനെ പോലെ ചിന്തിപ്പിക്കുന്നു. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഇവിടെ നിങ്ങൾ നോക്കിയേ, കടലിലെ വെള്ളം വേർപിരിഞ്ഞു. നിങ്ങൾക്കറിയാം, എത്രയോ കഴിഞ്ഞ ദിവസവും അമേരിക്കയിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിന്റെ പേരെന്നായിരുന്നു? US ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് പങ്കുചേരുന്നുണ്ട്? ആ കൊടുങ്കാറ്റിന്റെ പേരെന്നായിരുന്നു? ഓർമ്മയുണ്ടോ? എന്നാ പോട്ടെ, പണ്ടൊരു കൊടുങ്കാറ്റ് അടിച്ചായിരുന്നു. എന്റെ പേരിന്റെ കത്രീനയോ? അമേരിക്കയിൽ അടിച്ച കാറ്റിന്റെ കത്രീന പണ്ട് അടിച്ചതല്ലേ? 4 മാസം മുമ്പ് അടിച്ചത്. ബെറിയിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ബെറിയിൽ എന്ന് പറഞ്ഞ കൊടുങ്കാറ്റ് കടലിൽ നിന്ന് വന്ന് കരയിലോട്ട് വന്ന് ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കി. ആളുകളെല്ലാം പേടിച്ച്. കത്രീന വന്നപ്പോഴും ഭയങ്കര വേളായിരുന്നു, കൊടുങ്കാറ്റടിച്ച് നാശിച്ചു. പക്ഷെ കടലിന് ഒരു കുലുക്കവും ഇല്ല. കടൽ അവിടെ രണ്ടായിട്ടൊന്നുമില്ല. ഒരു ഓളം തട്ടി, ഒരു ഇളക്കം തട്ടി, ഒരു തിരമാലയ്ക്ക് ഒരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ പോലും കടലിനോ തിരമാലയ്ക്കോ തിമിംഗലത്തിനോ ഇവിടെയുള്ള സ്രാവിനോ ഒന്നും ഒരു വിഷയമില്ല. ഒരു സമയത്തേക്ക് ഒരു ഇളക്കം തട്ടി. പക്ഷെ കരയിൽ വന്ന് വലിയ പെർഫോമൻസ് എന്ത് ചെയ്തു? ഈ കൊടുങ്കാറ്റ് കാണിച്ചു. പക്ഷേ യഹോവ അടുപ്പിച്ച കൊടുങ്കാറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കടലിലെ വെള്ളത്തെ ഒരു മതില് പോലെ നിർത്തി. അത് മാത്രമല്ല, കടലിലെ വെള്ളത്തെ ഉണങ്ങിയ നിലമാക്കി മാറ്റി. ഇത് കണ്ട യഹൂദൻ വളരുന്നത്. ഇതാണ് യഹൂദൻ തന്റെ തലമുറയെ പഠിപ്പിക്കുന്നത്. നിന്റെ ദൈവം ആരാന്നറിയാവോ? ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന അവന്റെ മനസ്സിനെ. നിനക്ക് ചുറ്റും ശത്രു എത്ര പാളയം ഇറങ്ങിയാലും, നിന്റെ കയ്യിൽ മിസൈലും തോക്കും അയൺ ടോമും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നീ തിരിച്ചറിഞ്ഞോണം, ഈ വെള്ളത്തെ ഡ്രൈ ആക്കി മാറ്റിയ ഒരു ദൈവം നിന്റെ എല്ലാം മീതെ ഇരിപ്പുണ്ട്. ഇവന്റെ മൈൻഡിനെയും ചിന്തകളെയും മൊത്തവും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ലോക്ക് ചെയ്യാൻ പഠിപ്പിക്കും. നിന്റെ സഹായം ദൈവമാണെന്ന് പഠിപ്പിക്കും. യുദ്ധങ്ങൾ എത്ര വന്നാലും നിന്റെ സകല നന്മകളുടെ ഉറവിടം ദൈവമാണെന്ന് പഠിപ്പിക്കും. ഇവന്റെ ചിന്തകളെ അവരെന്ത് ചെയ്യുന്നറിയാവോ? ട്രെയിൻ ചെയ്യിപ്പിക്കും. എങ്ങനെയുള്ള ചിന്തകളാക്കുമെന്നറിയാവോ? ബുദ്ധിയിൽ ചിന്തിക്കുന്നവനെ പോലെയല്ല, ആത്മാവിൽ ചിന്തിക്കുന്നവനെ പോലെ ആക്കും. കാര്യം ബുദ്ധിയിൽ ചിന്തിച്ചാൽ ആലോചിച്ച് നോക്കി. നിങ്ങൾ എത്ര പേര് കടലിൽ കണ്ടവരുണ്ട്? എത്ര പേര് കടലിൽ കണ്ടവരുണ്ട്? ജീവിതത്തിൽ കടലിൽ കണ്ടവർ എത്ര പേരുണ്ട്? അപ്പൊ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ കടലുണ്ട്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ്. ഞാൻ മിക്കപ്പോഴും അവിടെ പോവും, കടലിൽ പോവും. ഇന്നും കടലിൽ പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തിരമാലയൊക്കെ വരുന്ന കണ്ടാൽ ഒരിതാ. അതിൻ്റെ ഒരു സ്റ്റൈലും അതിൻ്റെ ഒരു വരവ്. ചിലപ്പോൾ ഞാൻ പൊങ്ങി അടിച്ചൊക്കെ തിരമാല വരും. ഭയങ്കര വലിയ സ്റ്റൈലിലേക്ക് ഈ പുള്ളി വരുന്നത് കണ്ടാൽ നമുക്ക് പേടി വരും. കാറ്റൊക്കെ ഉണ്ടായി പിന്നെ ഒന്നും പറയണ്ട. പണ്ട് സുനാമി വന്നുകൊണ്ട് എല്ലാവർക്കും പേടി, തിരമാലയുടെ ഷേപ്പൊക്കെ മാറുമ്പോൾ. കാരണം ഒരു ഭീകരനാണ് തിരമാല, അല്ലേ? ഇതിനെ രണ്ടാക്കി കീറി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മതില് പോലെ ആക്കിയിട്ട് അതിന്റെ നടുവിലൂടെ നടത്തി ദൈവം. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പല പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങൾ പല പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങളെ സഹായിക്കാൻ ഏറ്റ പലരും വാക്കുമാറിയേക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു വിശ്വാസിയായിരിക്കാം. ഞാൻ കണ്ടിരിക്കുന്ന പല ആൾക്കാരും, ഞങ്ങൾ വിശ്വാസികളാണ് ബ്രദറെ, ഞങ്ങൾ ഈ ദേശത്ത് ഒറ്റപ്പെട്ട് നിൽക്കുക ബ്രദറെ, ഞങ്ങൾ ഈ ദേശത്ത് വല്ലാത്തൊരവസ്ഥയിൽ. നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾക്കൊരു മാറ്റം വരുത്തിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല, സൈന്യങ്ങളുടെ യഹോവയുടെ കൂടെയാണ്. നിങ്ങൾ ആ പട്ടണത്തിൽ ഒരു അനുഗ്രഹമായി തീരും. പട്ടണത്തിൽ ഒരു അനുഗ്രഹമായിട്ട് കർത്താവ് നിങ്ങളെ മാറ്റുവാൻ വേണ്ടി പോവാ. ഓ ജീസസ് ക്രൈസ്റ്റ്,
യേശുവിൻ്റെ നാമത്തിൽ. ശ്രദ്ധിച്ചോണം, ഇവിടെ വചനം പറയുന്നു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആത്മീയൻ സകലത്തെയും, നമ്മളെ കുരുന്നിലത്തേക്ക് മടങ്ങി വരുവാണേ, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല, എന്നാൽ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ട്. അപ്പൊ ദൈവാത്മാവിലുള്ള വ്യക്തി എങ്ങനെ ചിന്തിക്കണം? ആത്മാവിൽ ചിന്തിക്കണം. അതിന് വചനം നമ്മളെ സഹായിക്കും. നമ്മുടെ തോട്ട് പ്രോസസ്സുകൾക്കകത്ത് വ്യത്യാസം വരുത്തണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിക്കാൻ, എൻ്റെ ദൈവം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ഉടനെ നമ്മൾ ദൈവത്തിൻ്റെ വലിപ്പത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് വേണം നാം ദൈവത്തിലുള്ളത് ചിന്തിക്കാൻ വേണ്ടി. ദൈവത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബൈബിളിൽ അന്വേഷിക്കണം. ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ദൈവം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത്, എങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിച്ചത്. നമ്മൾ പലപ്പോഴും ദൈവം 38 വർഷമായിട്ട് ഒരു കുളക്കടവിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗിയുടെ ചെന്നിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ആരും വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയില്ല, എനിക്ക് മുമ്പേ വെള്ളം കലക്കിയിട്ട് പലരും വന്ന് ഇറങ്ങി സൗഖ്യമാകും. യേശു വന്നിട്ടോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞ ഉടനെ ആ ബൈബിൾ പറഞ്ഞേക്കുന്നു, ഉടനെ ആ മനുഷ്യനെ 38 വർഷമായിട്ട് തളർന്നു കിടന്ന മനുഷ്യൻ എന്ത് ചെയ്തു? അപ്പം തന്നെ പായും തലവണയും പൊറിഞ്ഞെടുത്തുകൊണ്ട് വീട്ടിൽ പോയി. ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ ഇതെന്തോ നാടകമായിരിക്കും. കാര്യം ഇവൻ 38 വർഷമായിട്ട് ഒരു കിടന്ന മനുഷ്യത്തെ ഇപ്പൊ യേശു പറഞ്ഞപ്പോൾ എണീറ്റ് പോകുന്നു. ഇതെന്നെ പരിപാടിയാ? യേശു പറഞ്ഞ് കിടക്കെടുത്ത് നീ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു? വീട്ടിൽ പോയി. തിമാരുടെ മകനായ ബർത്തിമായി വന്നിട്ട് നാഥ ദാവീദ് പുത്ര എൻ്റെ കരുണ ഉണ്ടാകണം. യേശു വെച്ച് നിനക്ക് എന്നാ വേണം? ഉടനെ പുള്ളി പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എന്നാ പിടിച്ചോ, ഇതിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഉടനെ അവന്റെ കണ്ണ് തുറന്നു. ഇനി മഞ്ചലുമായിട്ട് പോകുന്ന ഒരമ്മ കണ്ണുനീരോടെ വലിയ വിലാപയാത്ര പൊയ്ക്കൊണ്ടിരിക്കുക, മകന്റെ ശവവുമായിട്ടൊരു മഞ്ചലെ വെച്ചുകൊണ്ട് പോവുക. ആ വഴി യേശു ആ മഞ്ചലിനെതിരെ വന്നു. ഉടനെ യേശു ആ മഞ്ചൽ തൊട്ടു. ബൈബിളിലൊരു വാക്യമുണ്ട്, മരിച്ചവൻ എണീറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഇത് നിങ്ങൾ ബുദ്ധിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ. ബുദ്ധിയോടൊന്ന് പറഞ്ഞു, എന്നിട്ട് ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ലേ പറ, ഇനി നീ അവിടെ അടങ്ങിയിരിക്കുക, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ ചിന്തിക്കാൻ വേണ്ടി പോവുക, എൻ്റെ ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ഒരു മാറ്റം വരുത്തണം. ദൈവത്തിന് തുറക്കാൻ പറ്റുന്ന വാതിലുകൾ, വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസവും ചിന്തയും കൂടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ബുദ്ധിമണ്ഡലങ്ങളെ പൊളിക്കുന്ന ആത്മമണ്ഡലം തുറന്നു വരും. ആമേൻ. ആത്മതലങ്ങൾ എന്ത് ചെയ്യും? തുറന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവോട് പറയുന്ന ഒരു ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഒരു ആധാരം എന്നെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീടുമായി ബന്ധപ്പെട്ട്, ആധാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില അവകാശവാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ബ്ലോക്കായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന സകല മേഖലകളെയും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ഒരു വാക്ക് പറയുന്നു, ഈ വരുന്ന ദിവസങ്ങൾക്കകത്ത് കർത്താവിനാലുള്ള വലിയ ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ പോലും കർത്താവ് നിങ്ങളൊരു സംസാര വിഷയമാക്കി മാറ്റുവാൻ പോകുന്നെന്ന് പറയുവാണ്ട് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്ന കർത്താവ് വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആ കുടുംബത്തിന് മേൽ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുതമാക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ കർത്താവിൻ്റെ ആത്മാവുള്ള വ്യക്തിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ പരിഹരിക്കുവാനുള്ള ആത്മീയമായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ട്. ഞാനിപ്പോൾ ഇന്ന് തുടക്കമിടുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ, നാളെ നമ്മൾ ആ കാര്യങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റി കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ ഗിഫ്റ്റുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. 9 ആത്മാക്കളെ പറ്റി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. ആമേൻ. ഇവിടെ പറയുകയാണ്, ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ സൗണ്ട് മ്യൂട്ട് മാറ്റിയവരെല്ലാം മ്യൂട്ട് ചെയ്തേ, മ്യൂട്ടാക്കിയവരെല്ലാം മ്യൂട്ട് മാറ്റിയവരെല്ലാം മ്യൂട്ട് ചെയ്തേ. ഇപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത, ദൈവത്തിലുള്ളത് കാണാൻ പറ്റും. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവ്. ഇപ്പം ഈ മനുഷ്യനുള്ള ആത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൻ ഒരിക്കലും കടല് രണ്ടായിട്ട്, അവന് വേണം എന്ത്, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തയ്ക്കകത്ത് നിൽക്കുന്ന ആത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ,
അവൻ ആകെക്കൂടെ പറ്റുന്നത് കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റും, കടൽ തീരത്ത് പോയിരുന്നുകൊണ്ട് കടല കഴിക്കാൻ പറ്റും, അവിടെ ഇരുന്നുകൊണ്ട് ഉല്ലാസം ചെയ്യാൻ പറ്റും, അവിടെ ഇരുന്നുകൊണ്ട് വർത്താനം പറയാൻ പറ്റും. ഇതിനപ്പുറം മനുഷ്യന്റെ ആത്മാവിനും ചിന്തയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കപ്പൽ ഓടിക്കാൻ പറ്റും, ബോട്ട് ഓടിക്കാൻ പറ്റും, മീൻ പിടിക്കാൻ പറ്റും. ഇതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതിൻ്റെ അപ്പുറം അവന് ചിന്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവാത്മാവുള്ള വ്യക്തിക്ക് വിശ്വസിക്കാൻ പറ്റും, ദൈവത്തിന് വേണമെങ്കിൽ എനിക്ക് വേണ്ടി ഈ കടല് രണ്ടാക്കി മാറ്റി ഒരു ചെറ പോലെ ആക്കി എനിക്ക് വേണ്ടി വഴി തുറക്കുവാൻ പറ്റുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം. ഒരു വിശ്വാസി ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ തുടങ്ങണം. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ അകത്തിരിക്കുന്ന പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ധ്യാനിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു വഴി തുറക്കണം. ഞാൻ കുറേ പേരുടെ വായ്പ ചോദിച്ചിട്ടുണ്ട് ബ്രദറെ, അവരുടെ ഹൃദയം ഒന്ന് തുറന്നിട്ട് എനിക്ക് വേണ്ടി കടം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുക? നിങ്ങൾ പറ. നമുക്കൊരു ദൈവമില്ലേ? അതൊക്കെ ഉണ്ട് ബ്രദറെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, അത് ദൈവം കർത്താവ് ഏതെങ്കിലുമൊക്കെ ഒരു ബ്ലേഡുകാരനെ മുട്ടിച്ച് തരുമായിരിക്കും. അല്ലെന്നേ, ഇങ്ങനെ വിശ്വസിക്കും. കർത്താവെ, ഞാൻ മിറക്കിൾ മണിയിൽ വിശ്വസിക്കുന്നു. മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ മീൻ്റെ അകത്ത് കർത്താവ് ചതുദ്രമ പണം വെച്ചത് മിറക്കിൾ മണിയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് മിറക്കിൾ ഫുഡാണ്. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് തന്നെ അനുഗ്രഹിക്കുന്ന പറയുന്നത് മിറക്കിളാണ്. അപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാനത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വെളിപ്പെടുത്തുമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. എൻ്റെ കൂടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ അധികം മുന്നോട്ട് നീട്ടുന്നില്ല, നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടത് പറയാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കും. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളാൽ എന്നെ നിറയ്ക്കുന്നല്ലോ, ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളാൽ എന്നെ നിറയ്ക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും കർത്താവ് വരാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നപ്പ മുന്നോട്ട് കർത്താവ് അവർ വിതയ്ക്കുന്ന ഓരോ നന്മകളും എല്ലാവർക്കൊരു അനുഗ്രഹവും അത്ഭുതവുമാക്കി സ്വർഗം മാറ്റുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ വലിയ നന്മകളാൽ ദൈവം തുറക്കുന്നല്ലപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. ഞാനൊരു കർത്താവിൻ്റെ ഒരു ഡേറ്റ് കാണി. 1976 ഏപ്രിൽ മാസത്തിൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. 1976 ജനിച്ച ആ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന ആ ഒരു കുടുംബത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഡേറ്റ് കാണുന്നുണ്ടെങ്കിലും ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കൊണ്ടുവരുന്ന കർത്താവ്. ഞാനിങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ കർത്താവിൻ്റെ ഉള്ളിൽ പറയുകയാണ്. ചില സഹോദര കുടുംബങ്ങൾ തമ്മിലുണ്ടാകുന്ന ചില വാക്ക് വർത്തമാനങ്ങൾ നിമിത്തം നാളുകളായിട്ട് കുടുംബത്തിൻ്റെ മേൽ നിലനിന്നിരുന്ന ചില കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഇടപെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ നിറയുന്നല്ലോ. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ നിന്ന് മാറിപ്പോകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നാട്ട് പറഞ്ഞു. സനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടുന്നു. ആ കുടുംബത്തിൻ്റെ മേലേക്ക് കർത്താവിനെ കാണിക്കുന്ന ഒരു ലെറ്റർ പോലെ, ഒരു എഴുത്ത് പോലെ, ഒരു പോസ്റ്റിലേക്ക് ഒരു കാര്യം, ബ്ലെസ്സിങ്ങിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ ഒരു പോസ്റ്റിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുവാണ്. സനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച വീണ്ടും ഞാൻ പറയുന്നു. അത് ഒരു പോസ്റ്റിലൂടെ വരുന്ന ഒരു വാർത്ത നിങ്ങളത് കൈപ്പറ്റാൻ വേണ്ടി പോവാണ്. അത് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്തൊരു ടേണിങ് ആകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നു. മാറ്റമില്ലാത്ത വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. രോഗത്തിൻ്റെ മേൽ കൈവച്ച് ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിൽ സൗഖ്യം വ്യാപരിക്കുക.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കാണുന്നത് ഈ നട്ടെല്ലിൻ്റെ ഭാഗത്ത് താഴെ വശത്ത്, നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ വശത്തായിട്ട് ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇങ്ങനെ ഞാൻ കാണുവാണ്, ഞരമ്പ് ജാമായെന്ന് അങ്ങനെ എന്തോ പറയുന്ന രീതിയിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു പെയിൻ, അതിന് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ വ്യക്തികളെ അവിടെ നിന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാണ്. അനി ആ വേദന നിങ്ങളെ അലട്ടത്തില്ല, ആ രോഗം നിങ്ങളെ ഭരിക്കത്തില്ല. ജീവിതകാലം മുഴുവൻ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞ രോഗശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പുറത്താക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ നിറയട്ടെ. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതമുണ്ട്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ഈ രേണു എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവുണ്ട് പറയുകയാണ്. രേണു എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുന്നത് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഇതേപോലെ തന്നെ കർത്താവിനെ കാണിക്കുക, ഒരു ലെറ്ററാണ് ഞാൻ കാണുന്നത്. ആ ഒരു ലെറ്ററിലൂടെ എന്താ പറയുന്നത്, ഒരു കൈപ്പറ്റുന്ന രീതിയിൽ ഒരു ലെറ്ററില്ലാത്ത ഇങ്ങനെ, അതായത് ഒരു ഒഫീഷ്യലായിട്ടുള്ള സീല് വെച്ചിട്ടുള്ള ഒരു ലെറ്റർ, അതും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ ഭവനത്തിൻ്റെ അകത്ത് കാണുന്നത്. അങ്ങനെ ആ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ടുള്ളൊരു സീല് വെച്ച ഒരു ഒഫീഷ്യൽ ലെറ്റർ കൈപ്പറ്റുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഇങ്ങനൊരു വാക്ക് ഞാൻ പറയുകയാണ്, നാളുകളായി നിന്നിരുന്ന ഭാരം യേശുവിൻ്റെ നാമത്തിൽ ഇറക്കി വെക്കുകയാണ്. അത് കൈപ്പറ്റും. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത് കർത്താവെ ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പോൾ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എല്ലാവരും എൻ്റെ കൂടെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നല്ലോ, വലിയ ദൈവപ്രവൃത്തി ഇന്ന് കാണാൻ വേണ്ടി പോകണമല്ലോ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ, ഞാൻ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു കുഞ്ഞുകുട്ടി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവിനെ കാണിക്കണം. കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞ, പക്ഷേ ഞാൻ ആ വ്യക്തിയുടെ പേര് മാത്രമേ കാണുന്നുള്ളൂ, വ്യക്തിയെ കാണുന്നില്ല. കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞ ഒരു വിളിപ്പേരാണ് ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നൊരു കാഴ്ച, അതോടെ വലിയൊരു കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുകയാണ്. റൗണ്ട് ഷേപ്പിലുള്ള വലിയൊരു കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും കൂടെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ പറ്റി ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഞാൻ ഈ ചാമ്പങ്ങ പോലത്തെ, അറിയില്ല, ചാമ്പങ്ങ, ആ ചാമ്പം എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക, ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ചാമ്പ, അത് നിൽക്കുന്നൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിലുള്ള സമാധാനം വെളിപ്പെടുകയും ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ 3 കൊല്ലമായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് ഭരിച്ചുകൊണ്ടിരുന്ന സകല പിശാചിൻ്റെ പ്രവൃത്തികളെയും ഇനി അതിൻ്റെ മേൽ വാഴാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളത് കൽപ്പിച്ച് അതിനെ പുറത്താക്കുന്നപ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികളെ അതിൻ്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പോൾ എൻ്റെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ ആരും മ്യൂട്ട് മാറ്റണ്ട, എല്ലാവരും പ്രാർത്ഥന കൈക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ നേറ്റെടുക്കുന്നപ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾക്കായി ഞങ്ങൾ വേർതിരിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ പറഞ്ഞൊരു ബിനോയ് എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ബിനോയ്ക്കൊരു സഹോദരിയെ ഞാൻ കാണുന്നു, ആ സഹോദരിക്കൊരു മോനെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ബിനോയും സഹോദരിയും, ഈ സഹോദരിക്കൊരു മോനുണ്ട്. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരുടെയും ഇടയിലേക്ക് നിങ്ങൾ നിമിത്തം ആ ഒരു കുടുംബത്തിൻ്റെ അകത്തേക്ക് ദൈവം ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. എന്നെ സഹോദരൻ നിമിത്തം, എന്നുള്ള വാക്കിനുള്ള സഹോദരൻ നിമിത്തം സഹോദരിക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ തമ്മിലുള്ള ഇടർച്ചകളെ കൊണ്ടുവരുവാൻ നോക്കുന്ന സകല പിശാചിൻ്റെ മുഖങ്ങളെയും ഓടിച്ചു വിടുന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷത്തിലും ഞങ്ങൾ ഇരിക്കുന്നത്, കർത്താവിൻ്റെ അനുഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ ഞങ്ങളിന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ടൊന്ന് റിലീസ് ചെയ്ത് ഇന്ന് രോഗത്തിന് എൻ്റെ മേൽ ഇന്ന് സൗഖ്യമാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് അത്ഭുതമാണ് നിങ്ങളുടെ ശരീരം.
ഞാൻ പ്രാർത്ഥിച്ച് അത് റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് ചെയ്യുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകൾ ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ബർത്ത്ഡേ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ യേശുവിൻ്റെ നാമത്തിൽ അയക്കുന്നു. കർത്താവ് അത് അത്ഭുതമാക്കി കഴിഞ്ഞല്ലോ. നന്ദി കർത്താവേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകൾ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള സമയം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവർ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, നട്ടലിന് താഴെ ഞരമ്പ് ജാമായി കിടക്കണമെന്ന് പറഞ്ഞല്ലോ. അത് എന്റെ ആങ്ങളയ്ക്ക് അങ്ങനെയാണ്. ഒരു 2-3 വർഷമായിട്ട് അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. കൈവച്ച് ആങ്ങളയ്ക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് പൂർണ്ണ സൗഖ്യമാക്കും കേട്ടോ. ഓക്കെ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എനിക്ക് നട്ടലിന്റെ ഈ താഴ്വശത്ത് ഈ വേദനയുണ്ട്. 30 വർഷമായി. ഇപ്പൊ ഞാൻ ബെൽറ്റ് ഇട്ടോണ്ട് നടക്കുകയാണ്. കൈവച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു ബ്രദറെ. പ്രാർത്ഥിച്ചതിന് ശേഷം സിസ്റ്റർക്ക് എന്നാ വ്യത്യാസം തോന്നുന്നത്? എനിക്കൊരു തണുപ്പ് തോന്നുന്നു. സിസ്റ്റർ ഈ ദിവസം കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പയ്യെ ഒന്ന് നടന്നു നോക്കണം. ആ വേദനയോട് കൽപ്പിക്കണം, എനിക്ക് വേദന വേണ്ട, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ആ കൈ തന്നെ വെച്ചോടെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എന്ന് പറഞ്ഞത് എന്റെ മകളാണ്. അവളെ ഇങ്ങനെ ഒരു 10 കൊല്ലമായിട്ട് എന്റെ കൂടെ തന്നെയാണ്. അവിടെ ഹസ്ബൻഡ് വേറെ കല്യാണമൊക്കെ കഴിച്ചതാണ്. അവളെ ഉപേക്ഷിച്ചതാണ്. ആ വീട്ടിലെടുത്ത് ഞാൻ കണ്ട കാഴ്ച ദർശനം ശ്രദ്ധിച്ചോണം. ആ റീണിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അടുത്ത് ഒരു നോട്ടീസുമായിട്ട് ഒഫീഷ്യൽ നോട്ടീസ് പോലത്തെ ഒരു കാര്യം കൈപ്പറ്റാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ ടോംസ് പറഞ്ഞ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു. കുഞ്ഞൂട്ടി എന്നുള്ള ആരാ? ഹലോ, ഒരു മിനിറ്റ്. ആ സൗകര്യം. ആ കുഞ്ഞൂട്ടി എന്ന് പറഞ്ഞ ആരായിരുന്നു? തിരുവല്ല അല്ലേ? ഞാൻ ആ പ്രാർത്ഥിക്കുമ്പോൾ ആ പേരെ കർത്താവിനെ വെളിപ്പെട്ടത് ആ കുടുംബത്തിലെ കർത്താവ് അടയാളങ്ങളെ വെളിപ്പെടുത്തി ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ക്രിസ്റ്റോഫർ എന്റെ ഭർത്താവിന്റെ അനിയനാ, പക്ഷെ മരിച്ചുപോയി പുള്ളി. ഈ ഭവനത്തിൽ ഞാൻ പറഞ്ഞ അടയാളങ്ങൾ കേട്ടായിരുന്നോ ക്രിസ്റ്റഫറിന്റെ? പക്ഷെ പുള്ളിക്കാരത്തി എനിക്ക് മ്യൂട്ട് മാറ്റി പറഞ്ഞ സിസ്റ്ററെ. ക്രിസ്റ്റഫർ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്റ്റഫറിന്റെ ഭവനത്തെ തുടർന്ന് ചിലപ്പോൾ നമുക്ക് ഈ പേര് വെളിപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയാറില്ല, ചിലപ്പം പേര് മാത്രമേ കാണത്തുള്ളൂ, ആളെ കാണത്തില്ല. ആ ഭവനത്തെ കർത്താവ് തുടർന്നാട്ടാ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പൊ ഭവനം ഇല്ല. പിന്നെ ഞങ്ങളെ അവകാശമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഇച്ചിരി പ്രശ്നമായത് കാരണം ഞങ്ങളായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല ബ്രദറെ. ഈ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഒരു വിവരം ഇല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് വെളിപ്പെടുത്തിയതാണ് അവകാശങ്ങളെ. കർത്താവ് അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കർത്താവ് ഇത് വെളിപ്പെടുത്തുന്നത്. അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ആ വിഷയങ്ങളൊക്കെ കർത്താവ് അനുകൂലമായിട്ട് മാറ്റും കേട്ടോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ ദൈവം അനുകൂലമാക്കി മാറ്റും. ഇന്നലെ ഞാൻ ഭയങ്കര തലവേദന ആയിരുന്നു. ഞാൻ രാത്രി തൊട്ട് തുടങ്ങിയ തലവേദനയായിരുന്നു. ഇന്നലെ പഠിപ്പിക്കാൻ പോയി സ്കൂളിലേക്ക്. പക്ഷെ ഭയങ്കര ശക്തമായ തലവേദന. എന്നാലും ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത് തലമൊക്കെ തുണിയൊക്കെ വെച്ച് കെട്ടി സഹിക്കാൻ പറ്റാണ്ട് ഞാൻ കിടന്നിട്ടാണ് കെട്ടുന്നത്. അത്രയും വയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് സഹിക്കുന്നതെന്ന് ഞാൻ നാളെ സാക്ഷ്യം പറയും. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് തലയിൽ നല്ലോണം ഇങ്ങനെ പരട്ടി പിന്നെ അറിയുന്ന വചനെല്ലാം പറഞ്ഞു, സൗഖ്യത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇന്നും ഞാൻ ജോലിക്ക് പോയി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ അങ്ങ് സൗഖ്യമാക്കി. നന്ദി കർത്താവ്. പ്രിയസ് വചന തലയിൽ അത് കെട്ടി മുറുക്കി വെച്ചുകൊണ്ടാണ്, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ വചനങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കിയിരുന്ന നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ഈ നട്ടലിന്റെ പ്രശ്നം പറഞ്ഞത് 11 മാസമായി.
ഈ കാരണം കൊണ്ട് ഞാൻ 11 മാസമായി കിടപ്പില. കാലിന് സ്വാധീനമില്ല. ഇങ്ങനെ ഞരമ്പ് കീറി ജാമാണെന്ന് ഡോക്ടർ പറഞ്ഞതേ. അപ്പം ആ വിഷയം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. സിസ്റ്ററെ, കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്കിവിടെ കിടക്കാൻ പറ്റത്തില്ല, ഞാൻ എണീറ്റ് നടക്കും, യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ഇപ്പം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എന്താണോ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന വ്യത്യാസം അത് ഓരോന്നോരോന്നായിട്ട് യേശുവിൻ്റെ നാമത്തിൽ എണ്ണി പറയണം. കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഇങ്ങനെ പറയും. എനിക്കിനി കിടക്കാൻ പറ്റത്തില്ല, യേശു എൻ്റെ ഈ ബുദ്ധിമുട്ട് വഹിച്ചാണ്. ദൈവാത്മാവ് ആ രോഗത്തെ വെളിപ്പെടുത്തുന്നത്. രോഗം നമുക്ക് പറയാനല്ല, യേശുവിൻ്റെ സൗഖ്യത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞോണം, ഈ വേദന വെളിപ്പെട്ടവരെല്ലാം കൈവച്ചോണം. എന്നിട്ട് പറയണം, എനിക്ക് രോഗിയായിട്ട് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറ. അങ്ങനെ തന്നെ പറ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിട്ട് എല്ലായിടത്തും പോകാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എൻ്റെ രോഗം യേശു വഹിച്ചിരിക്കുന്നു. ഇങ്ങനെ തന്നെ പറ കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞ് ആ രോഗമായിട്ട് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറ. എനിക്ക് കട്ടിലേക്ക് കിടക്കാൻ പറ്റത്തില്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഓടി നടന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു പറ. അങ്ങനെ തന്നെ പറഞ്ഞ് നടന്നേ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മോളുടെ ഭർത്താവ് പിന്നെ എന്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയതാ. ആ സഹോദരങ്ങൾ തമ്മിൽ ഒരു ഐക്യവുമില്ല. അവളെ നോക്കത്താട്ട് വർത്താനം പറയാട്ട് ഒന്നും ചെയ്യത്തില്ല. പ്രാർത്ഥനാ വിഷയമാണോ പറഞ്ഞത്? ഒരു മിനിറ്റ്, നിങ്ങൾ സാക്ഷിയുള്ള ഒരു മ്യൂട്ട് മാറ്റി പറഞ്ഞേ. എനിക്കൊരു സാക്ഷി പറഞ്ഞോ സിസ്റ്റർ. ആ, ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. പക്ഷേ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. ഞാൻ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുക. ഒരു സെക്കൻഡ്, നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെ മ്യൂട്ട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കേൾക്കത്തില്ല. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. ടോമസ് മാർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരാണ് അത് മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിക്കുക. ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റൊരാൾ നിങ്ങളെ മൈക്ക് മ്യൂട്ട് ചെയ്യുക. പറഞ്ഞാട്ടെ. ബ്രദറെ ക്രിസ്റ്റഫർ എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ ഒരു 6 വർഷമായി. മോടെ വിവാഹം ഈ 7-ാം തീയതി നടത്താനിരുന്നായിരുന്നു. അത് പെട്ടെന്ന് ആ വിവാഹം മാറിപ്പോയി ബ്രദറെ. അങ്ങനെ ഭയങ്കര കഷ്ടത്തിലും വിഷമത്തിലുമാണ്. ഈ നവംബർ 7-ാം തീയതി ആളെല്ലാം ബുക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ആക്കി വെച്ചിരുന്നായിരുന്നു. പക്ഷെ പെട്ടെന്ന് വിവാഹം മാറിപ്പോയി. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവ് ആ പേര് വെളിപ്പെടുത്തിയപ്പോൾ ആ എപ്പോഴും ഓർത്തോണം, ഒരു വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. അപ്പം നമ്മളിത് കേൾപ്പിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അടയാളങ്ങൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ പ്രാർത്ഥന കുടുംബത്തിന് അനുഗ്രഹമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. പറഞ്ഞോ. അതെ, ആട്ടുംകൂട്ടിൽ കൊറേ കൊതുകായിരുന്നു നിറച്ച്. അപ്പൊ എന്നും ചെല്ലുമ്പോ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ചെന്നപ്പോ ഒറ്റ കൊതുകുമില്ല. അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ ഏത് വരുമാന മാർഗമായിക്കോട്ടെ, നമ്മുടെ ഏത് വിഷയമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെയും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ. നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് മറ്റുള്ളവർക്കത് ചെറുതാണെങ്കിലും ആർക്ക് അനുഭവിക്കുന്നവർക്ക് ഇത് വലുതാണ്. ആ സഹോദരിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. മകന്റെ മോൾക്ക് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ ശ്രദ്ധിക്കാത്ത ഒരു ഇതുണ്ടായി. അത് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോ ഇങ്ങനെ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ കുറവുണ്ട്. ഇപ്പൊ നല്ല ഒരു വെളിവൊക്കെ ഉണ്ട്. ആള് വിളിച്ചാ തിരിഞ്ഞൊക്കെ നോക്കണു. അങ്ങനെ ആമേൻ. ഇനിയും കൈവച്ച് പ്രാർത്ഥിക്കുക. പൂർണ്ണ സൗഖ്യം കൽപ്പിച്ചോണം. കർത്താവ് നിങ്ങളുടെ കരത്തിലൂടെ അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എന്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. അപ്പോൾ അവരുടെ സഹോദരങ്ങൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ആ കുഞ്ഞിന്റെ കാര്യം വളരെ വിഷമത്തില്ല. ആരും അടുക്കത്തുമില്ല. കല്യാണങ്ങൾക്കൊക്കെ പോയാൽ എന്തെങ്കിലും കണ്ടാൽ ആ വഴിക്ക് പോലും തിരിഞ്ഞു നോക്കുകയില്ല. അത്രയ്ക്ക് വിരോധമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ, സഹോദരങ്ങൾക്ക് തമ്മിൽ ഒരൈക്യവും ഇല്ലാതെ പോകുന്നതിൻ്റെ അത് അവിടെ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞില്ല. ആ പ്രവചനം ഞാൻ പറഞ്ഞതാണ്. അത് ഏറ്റെടുത്തു സഹോദരി. ഭർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ദൈവം ഒരു സാക്ഷ്യമാക്കി അത് മാറ്റാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. സാക്ഷ്യം പറയാനുണ്ടേ. പറഞ്ഞു.
ഹലോ ഒരു സംശയം ഹലോ ചോദിക്കാനായിരുന്നു. പറഞ്ഞു. ഒരു സെക്കൻഡ്, എന്നാ ബ്രദറെ സംശയം? ബ്രദറെ, ഞാന് 3-4 ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സാമ്പത്തിക വിഷയത്തിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രാർത്ഥിച്ചിങ്ങനെ കുറെ ചിന്തിച്ചു വരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്നോടൊരു ചോദ്യം, എന്റെ മനസ്സിലൊരു ചോദ്യം വരിക. ഉം. ലോകം അറിയുന്ന ഒരു സുവിശേഷ വേലക്കാരനായിരുന്ന ദിനകരൻ. ഉം. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട് ആ ബ്രദറെ, പറഞ്ഞു. അദ്ദേഹം അദ്ദേഹം ബ്ലഡ് ക്യാൻസർ വന്നാണല്ലോ മരിച്ചേ. എനിക്കറിയില്ല ബ്രദറെ. അപ്പം ഞാന് അതെ, അങ്ങനെയാ അദ്ദേഹം മരിച്ചത്. അപ്പം ഈ ദിനകരൻ എന്ന് പറയുന്ന ബ്രദറിനെ കുറിച്ച് പിന്നെ പിന്നെ ദേവദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അദ്ദേഹം അങ്ങനെയാ മരിച്ചത്. അപ്പൊ ഇതൊരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുന്നത് ഒന്ന്. രണ്ടാമത്, ഞാൻ ഓർമ്മ വെച്ച കാലം മുതല് പഠിച്ചിരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് തുടങ്ങി യാചന മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവകാശം മകനായിട്ടുള്ള ഒരു അവകാശത്തിന്റെ പേരിലേക്ക് വന്നില്ല. അപ്പൊ ഇത് എന്നെ എപ്പോഴും കൂട്ടിക്കുഴച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും ഒന്ന് സൂചിപ്പിച്ചതാ. അപ്പൊ എന്നെ കണ്ടമാനം കുഴച്ചോണ്ടിരിക്കുന്നു. ഇല്ല ബ്രദറെ, ഞാൻ എളുപ്പത്തിൽ ഉത്തരം പറയാം. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒറ്റ നാഥനേ ഉള്ളൂ, യേശു. ബൈബിളൊരു വാക്യമുണ്ട്, വിശ്വാസത്തിൻ്റെ നായകനെയും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. ഇപ്പം സുവിശേഷകനായ അദ്ദേഹത്തിന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, അദ്ദേഹം മരിച്ചത് എനിക്കറിയാം, അദ്ദേഹത്തിന് എനിക്കറിയാം, പക്ഷെ മരണം എനിക്കറിയത്തില്ല. ഇപ്പം അദ്ദേഹത്തിന് അങ്ങനെ അസുഖം വന്നാണ് മരിച്ചത്. നമ്മുടെ വിഷയം ഒന്നേ ഉള്ളൂ, നമ്മുടെ ചിന്ത ഒന്നേ ഉള്ളൂ, യേശു. ഇതിലാണ് നമ്മുടെ വിഷയം. നമുക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്ത് അത് സംഭവിച്ചത്, നമുക്കതിനെപ്പറ്റി അറിയത്തില്ല, നമുക്ക് ആ കാര്യങ്ങളെപ്പറ്റി അറിയത്തില്ല. പക്ഷേ എൻ്റെ ഫോക്കസ് നമ്മളെപ്പോഴും ഇപ്പോൾ വേറെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് യാചന, നമ്മൾ യാചിക്കാൻ ബൈബിൾ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് മലയാളം ബൈബിളിലാണ് യാചന എന്നൊരു വാക്കും, അത് ശരിക്കും പറഞ്ഞാൽ യാചനയല്ല, ചോദിക്കുക എന്നൊരു വാക്കാണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. കാര്യം മക്കൾ ഒരിക്കലും അപ്പനോട് യാചിക്കത്തില്ല. സ്വർഗസ്ഥനായ പിതാവേന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കലും അപ്പനോട് ചോദിക്കുന്നവരല്ല. നമ്മൾ അപ്പനോട് ചോദിക്കില്ല, അപ്പോൾ എനിക്കൊരു അത് വേണം, അപ്പോൾ എനിക്കത് വേണം. നമ്മൾ അപ്പനോട് ഒരു അപ്പനും നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പനാണ്, നമ്മൾ മോനാണ്, യാചകനല്ല, അവകാശിയാണ്, ചോദിക്കുവാൻ നമുക്ക് റൈറ്റ് ഉള്ളവരാണ്. ഇത് ക്ലിയർ ആയല്ലോ. ഇനി എപ്പോഴും ഓർത്തോണം, വിശ്വാസ ജീവിതത്തിൽ നമ്മളേറ്റവും കൂടുതൽ പിശാചിൻ്റെ ഒരു കള്ളത്തരമാണ് നമ്മൾ അവരെ ഇവരെ നോക്കിക്കരുത്. നമ്മുടെ മുമ്പിൽ അവരും ഇവരുമല്ല, ഒറ്റ ബൈബിൾ പൗലോസ്ലീഹ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ യേശുവിനെ മാത്രം നോക്കുക. നമ്മളെപ്പോഴും ബ്രദർ ശ്രദ്ധിച്ചോണം, ഇത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. അപ്പം നമ്മൾ പ്രാർത്ഥിക്കും, എന്തുകൊണ്ട് അവർക്ക് മാറിയില്ല, എന്തുകൊണ്ട് ഇതാണ് അവൻ്റെ ഒരു തന്ത്രമാണ്, എന്തുകൊണ്ട് അവർക്ക് അത്ഭുതം നടന്നില്ല, ഇവർക്ക് അത്ഭുതം നടന്നില്ല, അവരിലൂടെ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിച്ചില്ല, അവരെ എന്തുകൊണ്ട് സൗഖ്യമായില്ല, എന്തുകൊണ്ട് ഇവരെ സൗഖ്യമാക്കുന്നില്ല, ഇവർക്ക് വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, കർത്താവേ, ഞാൻ അവരെ നോക്കുന്നില്ല, യേശു എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുന്നു. യേശുവാണ് എൻ്റെ വിഷയം. യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് പല കാര്യം നടന്നില്ല, ബ്രദർ ചോദിക്കും, അതന്നെ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കാഞ്ഞത് എൻ്റെ വിഷയമല്ല. ബ്രദറിന് എന്ത് സംഭവിക്കാതിരിക്കുന്നുള്ളതല്ല, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാനത് വിശ്വസിക്കുന്നു, അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. എപ്പോഴും ഓർത്തോണം, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഫോക്കസ് മാറരുത്. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് പൗലോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ട് ഞാനാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അവരെ നോക്കുക വേണ്ട. നമുക്ക് ഇപ്പോൾ യേശുവിൽ എനിക്ക് സൗഖ്യമുണ്ട്, യേശുവിൽ എനിക്ക് സൗഖ്യമുണ്ട്, യേശുവിൽ എനിക്ക് അത്ഭുതമുണ്ട്. അതിനിപ്പം ആര് എന്തൊക്കെ പറഞ്ഞാലും അതാണ് സത്യം. അത് വിട്ട് ഞാൻ മാറത്തില്ല, അത് ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? അടുത്ത ഒറ്റ കാര്യം കൂടെ ചോദിച്ചോ. പിന്നെ ഞാനിങ്ങനെ ഈ 30-ാം തീയതിക്കകത്ത് എനിക്ക് കുറെ പൈസ അത്യാവശ്യമുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേ ഉള്ളിലൊരു ഉണർവ് പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ബലൂൺ പൊട്ടും പോലെ ഞാനങ്ങ് ശൂന്യനായി പോകും. ഞാൻ എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഇനി പ്രാർത്ഥിക്കണ്ടേ, എന്താ പറ്റിയേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും.
അത് അപ്പോൾ ബ്രദർ എന്തുകൊണ്ടായിരിക്കും ഞാൻ പറയാം, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാധാരണ പോലെ അല്ല. ഇപ്പം ഞാൻ പറയാം, ബ്രദറിൻ്റെ അതേ വിഷയം കടത്തിലിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കത്തില്ല. ആ വ്യക്തി കാശ് കിട്ടാനുള്ള സകല വഴി ഓടി ഓടി തുടരും. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു മുമ്പിൽ എങ്ങനെ തുറക്കും എന്നൊരു വഴി നമുക്കിപ്പോഴും അറിയത്തില്ല. ഏത് വഴി വരും? നമ്മൾ പൊട്ടിയ സകല വാതിലും നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സഹായം ചെയ്ത സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് ഇല്ല, നമുക്ക് വിൽക്കാൻ ഇനി ഒന്നുമില്ല, വിറ്റാലും തീരത്തില്ല. ഇതൊക്കെ നമ്മുടെ മുമ്പിലെ സാധ്യതകളാണ്. ഇനി എങ്ങനെയാണ് ഒരു വഴി തുറക്കുന്നുള്ള ഉത്തരം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുക. എവിടുന്ന് കിട്ടും? ഇത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇടിച്ചതാക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിലൊരു വാക്ക്, എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മോഹത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തിരുന്നത്. ആ വചനം പറഞ്ഞ് നമുക്ക് എത്രയാണ് തുക വേണ്ടത്, ആ തുക ഫിലിപ്പിയർ 4:19 ആ തുക പറഞ്ഞു പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ എന്നുള്ള ചിന്ത ഓവർകം ചെയ്യേണ്ടത്, അവൻ ആകാശത്തിൽ ചിലപ്പോൾ കിളിവാതിൽ തുറന്ന് മന്ന കൊഴിച്ചതുപോലെ എനിക്ക് കൊഴിച്ചു തരും. അല്ലെങ്കിൽ എലിയാവിന് വേണ്ടി കാക്കയുടെ ചുണ്ടിൽ അപ്പം 2 നേരം കൊണ്ടു തന്നിരിക്കും. ചിലപ്പോൾ കടൽ കീറി എനിക്ക് നന്മ കൊണ്ടുവന്നിരിക്കും. ചിലപ്പം 5 അപ്പം കൊണ്ട് 5000 പേരെ വാഴ്ത്തിയതുപോലെ എനിക്ക് അത്ഭുതം നടന്നിരിക്കും. ചിലപ്പോൾ എൻ്റെ ഡ്രോയിൽ കൊണ്ടുപോയി ദൂതന്മാർ പൈസ വെച്ചെന്നിരിക്കും. എനിക്ക് വേണ്ടി ചിലപ്പം മിറക്കിൾ മണി എനിക്ക് മഴ പോലെ എൻ്റെ പെയ്തെന്നിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാനും പ്രഖ്യാപിക്കാനും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുന്ന ഇടിഞ്ഞു പോകുന്ന സംഭവം നമ്മളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. ഇപ്പം നമുക്ക് എന്നാ കുഴപ്പമെന്നറിയോ? നമ്മുടെ കൂട്ടുകാരൻ തരത്തിലെന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. നമ്മൾ അന്വേഷിച്ച ബ്ലേഡുകാരൻ ഒരു പൈസ പോലും തരത്തിലെന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ സാധ്യത. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പം ഇത് രണ്ടും അടഞ്ഞതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭാരം കയറി. ഈ ഭാരത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇടിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം, ആ വചനം ഏറ്റു പറയുമ്പോൾ വചനത്തിൻ്റെ അകത്ത് നടന്ന അത്ഭുതങ്ങളെ ഓർത്തോർത്ത് വേണം പറയും. ഇതുപോലെയൊക്കെ നടന്ന ദൈവം, ചെയ്ത ദൈവം എനിക്ക് വേണ്ടിയും ചെയ്യുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, കണ്ടുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം അവിടെ ആക്റ്റീവ് ആകുകയും അത്ഭുതം ഉണ്ടാകുക തന്നെ ചെയ്യും. കേട്ടോ? ഗോഡ് ബ്ലെസ് യു ബ്രദറെ. നമുക്ക് ഇനിയും സംശയങ്ങൾ തീർക്കാം. പെട്ടെന്ന് സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞോ സിസ്റ്റർ. പറഞ്ഞു ഹലോ, ഒരു സാക്ഷി ഉണ്ടേ. പറഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നേ. അപ്പൊ ആ യാത്ര പോകുന്നതിന് മുമ്പ് ഞാൻ യേശുവിനോട് പറഞ്ഞിരുന്നു, എന്റെ യേശുവേ, ഞാനിങ്ങനെ യാത്ര പോകാൻ ഒരുങ്ങാണ്. എനിക്ക് ആ യാത്രയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളൊന്നും ഉണ്ടാവാതെ എന്റെ യാത്ര സഫലമാക്കി തരണം. കാരണം എനിക്ക് ഷുഗറിന്റെയും ഗ്യാസിന്റെയും വെരിക്കോസിന്റെയും ഒക്കെ ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ടേ. അപ്പൊ അതൊന്നും ഇല്ലാതെ യാത്ര എനിക്ക് സഫലമാക്കി തരണം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഞാൻ ആ യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം നീ പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് പ്രിയമാളെ പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തിരിച്ചു വരുവാൻ കർത്താവ് സഹായിച്ചു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തീർച്ചയായിട്ടും ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി തുടർമാനമായിട്ട് നമുക്ക് എനിക്കൊരു സംശയമുണ്ട് പാസ്റ്ററെ. എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഇപ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതിപ്പോ നമ്മൾ വേറൊരാളത്തോട്ട് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കരയുന്നത്? കരച്ചിൽ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റർ, ആ കരച്ചിൽ വെറുതെ ഏറ്റവും അനുഗ്രഹമാണ്. ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർക്കുമ്പോൾ നമ്മുടെ അകത്ത് ആ ഒരു ഇമോഷൻ നമ്മുടെ അകത്ത് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമാണ്. ദൈവം തരുന്നൊരു സ്നേഹമാണ്. യേശുവിനെ പറ്റി അല്ലെങ്കിൽ യേശു ചെയ്ത കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ ആ നിറവ് വെളിപ്പെടുമ്പോൾ നമ്മുടെ മനുഷ്യനും ശരീരത്തിനോ അതിനെ ഓവർകം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് ഇമോഷനാകും. കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ, സ്നേഹം ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അത്രത്തോളം നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് വരുന്നു. യേശുവിനെ പറ്റി പറയുമ്പോൾ ചിലർ കരയാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും, എന്തിനാണ് കരയുന്നത്? അവർക്ക് ആ സ്നേഹം ഓർക്കുമ്പം കരച്ചിലാണ് വരുന്നത്. അത് വലിയ അനുഗ്രഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഒഴുക്കുള്ളത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്വാധീനമുള്ളത് കൊണ്ടാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു, സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യണം. നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നാളെ കർത്താവിൽ ഒരുമിച്ച് കൂടാം. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തിരിക്കുന്നു.
വൻ കാര്യങ്ങളെ ചെയ്ത് രോഗികളായി ഭാരപ്പെടുന്നവർ സ്വന്തമായിട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് പറയും, എനിക്ക് രോഗിയായിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടത്, മുറിവേറ്റത് ഞാൻ രോഗിയാകാനല്ല, യേശുവിൻ്റെ ഒന്ന് തീരുമാനം എടുക്കാവോ? കർത്താവേ എനിക്ക് സൗഖ്യമായിട്ട് ഞാൻ എല്ലായിടത്തും പോയിട്ട് പറയും യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്, എൻ്റെ അതേ രോഗമുള്ളവരെ ഞാൻ എണീപ്പിക്കുമെന്ന് തീരുമാനമെടുത്തി. എന്നിട്ട് നിങ്ങളൊന്ന് നടന്നേ, പിന്നെ ഒരു രോഗത്തിനും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല നിങ്ങളെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്തുതിച്ചാട്ടെ. ഞാൻ ലൈവ് പ്രാർത്ഥന അവസാനിക്കുന്നു. ഞാൻ എന്തായാലും യൂട്യൂബിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ മീറ്റിങ്ങിൻ്റെ കാര്യത്തിനും ഡീറ്റെയിൽസിനും ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ കാണാം. എനിക്കറിയാം പല സമയത്ത് ഈ മീറ്റിംഗ് കാണുന്നുണ്ട്, ജോലി തിരക്കിലൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും പ്രാർത്ഥനകളിൽ വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് അവരുടെ ഗൈഡൻസുകൾ ഉണ്ടാവും. കർത്താവ്